بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين بنور رسول الله أشرقت الدنيا ففي نوره كل يجيء ويذهب براه جلال الحق الخلق رحمة ففي بده كل الورى يتقلب بدا مجده من قبل نشأة آدم فأسماؤه في العرش من قبل تكتب بمبعثه كل النبيين بشرت فما مرسل إلا له كان يخطب صلاة وتسليم وأزكى تحيته على المصطفى المختار خير البرية ആണുങ്ങളൊക്കെ ഉറക്ക സ്വലാത്തിലാണ് സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ 3 പതിറ്റാണ്ടിലധികമായി നടന്നു വരുന്ന അതിമഹത്തായ ഉറൂസ് മുബാറക്കിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹാനരായ അലി ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവർകളുടെ നാമധേയത്തിലുള്ള ഈ മജ്ലിസ് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ നന്നായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് പ്രബോധിക്കാനും എല്ലാവിധ തൗഫീഖും നൽകി നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരോട് എല്ലാ അർത്ഥത്തിലും സ്നേഹവും ബഹുമാനവും
പ്രകടിപ്പിക്കുകയും അതുകാരണം ദുനിയാവിലും ആഖിറത്തിലും വലിയ നേട്ടം അല്ലാഹു നൽകുന്നവരിൽ നമ്മെയും അവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹാന്മാർ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് നമുക്കാർക്കും വിവരിച്ചു തീർക്കാൻ കഴിയാത്ത അത്രയും അധികമായി കാത്തു സൂക്ഷിക്കുന്നവരാണ് മുഴുവൻ മഹത്തുക്കളും. ഈമാനുള്ള ആളുകൾക്ക് കൂടുതൽ മഹബ്ബത്താണ് അല്ലാഹുവിനോട്. ആ സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, പ്രിയത്തിൻ്റെ വലിയ അടയാളം അല്ലാഹുവിൻ്റെ ഹുബ്ബിലായി ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും വീക്ഷിക്കുന്ന, പഠിക്കുന്ന എല്ലാവർക്കും തിരിച്ചറിയാവുന്ന അടയാളം ഇത്വാഅത്താണ്, അനുസരണമാണ്. അല്ലാഹുവിനെയും അവൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവർ അനുസരിക്കാൻ പറഞ്ഞ മുഴുവൻ ആളുകളെയും അനുസരിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത സ്വഭാവമാണ് മഹാരഥന്മാർക്കുള്ളത്. അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും മഹത്തുക്കൾക്കും എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മുടെയും മഹബ്ബത്തിൻ്റെ അടയാളം അതുതന്നെയാണ്. അള്ളാഹുവിനോട് ഒരാൾക്ക് ഹുബ്ബുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം അയാളുടെ ജീവിതത്തിലെ അനുസരണമാണ്. ആ അനുസരണത്തിൻ്റെ കുറവ് മഹബ്ബത്തിൻ്റെ കുറവായി ഗണിക്കപ്പെടും. ഫർളും സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ കാർക്കശ്യബോധത്തോടെ സൂക്ഷിക്കുന്നതോടൊപ്പം നിഷിദ്ധവും നിരുത്സാഹപ്പെടുത്തേണ്ടതുമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാനും ഒഴിഞ്ഞു നിൽക്കാനുമുള്ള നാം കാണിക്കുന്ന ഉത്സാഹവും തൻ്റെടവും മഹബ്ബത്തിൻ്റെ വലിയ അടയാളമാണ്. ചില്ലറ ഫർളുകൾ മാത്രമേ നമ്മളിലുള്ളൂ എങ്കിൽ ചെറിയൊരു മഹബ്ബത്തിൻ്റെ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞിട്ടും, നമ്മളെക്കൊണ്ട് കഴിഞ്ഞിട്ടും കുറഞ്ഞ സുന്നത്തുകൾ മാത്രമേ പാലിച്ചു പോകുന്നുള്ളൂ. അപ്പോഴും മഹബ്ബത്തിൻ്റെ തലം കുറവാണ്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനോട് ഹുബ്ബുള്ള മഹാന്മാർ ജീവിതത്തിൽ അവർ പാലിക്കുന്ന ചിട്ടവട്ടങ്ങളിൽ നിന്ന് ഒന്നും ഒഴിയാതെ കാത്തു സൂക്ഷിക്കും. അവരുടെ മഹബ്ബത്ത് അങ്ങനെയാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം, സ്നേഹം അങ്ങനെയാണ്. അത് മഴ പെയ്താലും തണുപ്പുള്ള രാത്രിയാണെങ്കിലും ചൂടുള്ള രാത്രിയാണെങ്കിലും ഒന്നും മാറ്റമുണ്ടാവില്ല. ഇപ്പോൾ പലയിടങ്ങളിലും ആളുകൾ സുബഹിക്ക് എഴുന്നേൽക്കുന്നത് വളരെ വൈകിയായതുകൊണ്ട് സുബഹി തന്നെ പലർക്കും കിട്ടുന്നില്ല. അതിനവർ കുഴപ്പം പറയുന്നത് ബാങ്ക് നേരത്തെ ആയിപ്പോയി എന്നുള്ളതാണ്. അവരുടെ പ്രശ്നമല്ല, നമ്മളെ പ്രശ്നം നമ്മളാരും പറയില്ലല്ലോ. നമ്മളൊക്കെ ഉഷാറല്ലേ ആൾക്കാർ. ബാങ്കിൻ്റെ പ്രശ്നമാണ്. ബാങ്ക് എന്തുകൊണ്ട് നേരത്തെ കൊടുത്തു എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം നമ്മുടെ ആ സൈറൻ മുഴങ്ങുന്നത്, നമ്മൾ കണക്കാക്കി വെച്ചത് മുഴങ്ങുന്നത് എന്നും ഒരു 6 മണി ടൈമുണ്ട്. അങ്ങനെ 6 മണി ടൈമിൽ എഴുന്നേറ്റ് കൊണ്ട് സുബഹി കിട്ടണമെങ്കിൽ 5:25, 5:30 വാങ്ങാവുന്ന സമയത്തേ കിട്ടുള്ളൂ. നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് 25 മിനിറ്റ്, അരമണിക്കൂർ കഴിയും.
അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ന് അല്ലാഹു തആലാനെ അനുസരിക്കാൻ വളരെ പ്രയാസം. തണുപ്പും ചൂടും വകവെക്കാതെ, ക്ഷീണവും പരീക്ഷണങ്ങളും ഒന്നും പ്രശ്നമാക്കാതെ, ഭയപ്പെടുത്തുന്ന മേഖലകളിലാണെങ്കിൽ പോലും നിത്യജീവിതത്തിൽ പതിവാക്കിയ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ അക്ഷീണം എത്തിക്കുന്ന മഹാന്മാർ, അവരാണ് ശരിക്ക് വിജയിച്ച ആളുകൾ. അവരുടെ അനുസരണമാണ് യഥാർത്ഥത്തിൽ അനുസരണം. അതാണ് മഹബത്ത്. നാം ബാക്കിയുള്ളതൊക്കെ വാക്കിലേ ഉള്ളൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, തഅസ്വില്ലിലാഹ വഅൻത തുൽഹിറു ഹുബ്ബഹു ഹാദാ ലഅംദി ഫിൽ ഖിയാസി ബദീഉ. നീ അല്ലാഹുവിനെ എതിര് ചെയ്യുന്നു, നീ പലപ്പോഴും പറയുന്നു എനിക്ക് അല്ലാഹുവിനോട് വലിയ ഹുബ്ബാണ് എന്ന്, മഹാന്മാരോട് വലിയ ഇഷ്ടാണ് എന്ന് പറയുന്നു. പക്ഷേ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ നിനക്ക് കഴിയുന്നില്ല, അവരുടെ ജീവിതത്തിന്റെ മാർഗങ്ങൾ അവലംബിക്കാൻ നീ മുന്നോട്ട് വരുന്നില്ല. ഹാദാ ലഅംദി ഫിൽ ഖിയാസി ബദീഉ. ബുദ്ധി കൊണ്ടൊന്ന് തുലനം ചെയ്തു നോക്കുമ്പോൾ ഇത് വളരെ അത്ഭുതകരമായ സത്യമാണ്. കാരണം എന്താണ്? ഏതെങ്കിലും ഒരു മനുഷ്യന് വല്ലാത്ത മഹബത്ത് മറ്റൊരാളോടുണ്ടെങ്കിൽ, ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിന്റെ ഹുബ്ബ് യാഥാർത്ഥ്യമാണെങ്കിൽ, ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ, നിന്റെ ഇഷ്ടം സത്യമാണെങ്കിൽ, യാഥാർത്ഥ്യമാണെങ്കിൽ, ലഅതഅതഹു, നീ അല്ലാഹുവിനെ അനുസരിക്കണം. ഭാഷദേശ വൈജാത്യങ്ങൾക്ക് അതീതമായി, കാലത്തിന്റെ വ്യത്യാസങ്ങൾക്ക് അതീതമായി, പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കും അതീതമായി അല്ലാഹുവിനെ നീ അനുസരിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിന്റെ അനുസരണമുണ്ടോ, നിന്റെ മഹബത്ത് സ്വാദിഖാണ്, സത്യമാണ്. ഏതെങ്കിലും ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് നീ പോകുമ്പോൾ നിയമങ്ങൾ കൈവയ്ക്കുന്നുണ്ടോ, നിന്റെ ആ മഹബത്ത് വ്യാജമാണ്. നിന്റെ നാട്ടുകാരോടൊത്ത് നീ ജീവിക്കുമ്പോ ഫർളായ കാര്യങ്ങളിലും സുന്നത്തായ കാര്യങ്ങളിലും നല്ല കണിശതയുള്ള ആളാണ്. അതുപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൽ നല്ലോണം ശ്രദ്ധിക്കുന്ന ആളാണ്. നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോഴേക്ക് നിനക്ക് ചേഞ്ച് വന്നോ, നിന്റെ മഹബത്ത് വ്യാജമാണ്. നാട്ടുകാരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് നീ പോകുമ്പോഴേക്ക് അവരുടെ കൂടെയുള്ള ആളുകളുടെ സ്വഭാവത്തിലേക്ക് നീ അങ്ങ് ചേർന്നുപോയി. നീ സത്യത്തിൽ മഹബത്ത് ശരിയായവനാണെങ്കിൽ അങ്ങനെ ചേരേണ്ടവനല്ല. പക്ഷേ നിന്റെ സിദ്ധാന്തം അങ്ങനെയാണ്. അല്ലെ ആൾക്കാർ പറയല്, ചേരനെ തിന്നുന്ന നാട്ടിൽ ചെന്നാല് നടുക്കണ്ട തിന്നണം, അങ്ങനെ. അത് ശരിയല്ല. നീ സ്വീകരിച്ചത് ആ ശൈലിയാണ്. നീ വേറെ നാട്ടിൽ പോയപ്പോൾ നിന്റെ നാട്ടുകാരോ പരിചയക്കാരോ ജില്ലക്കാരോ സംസ്ഥാനക്കാരോ ആരുമില്ല. അവിടെയും നിന്റെ മഹബത്ത് നീ തെളിയിക്കണം. അവിടെയാണ് മഹത്തുക്കൾ അവരുടെ ജീവിതം പ്രകാശിപ്പിച്ചത്. ആരാരുമില്ലാത്ത ഒരു സ്ഥലത്താണ് അവരെത്തിപ്പെടുന്നതിലും അവരിലുള്ള ഭംഗി എന്താണ്? അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ ഭംഗിയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ സാക്ഷ്യമാണ്. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. യഥാർത്ഥ മുഹിബ്ബ്, ആ മനുഷ്യൻ ഹുബ്ബ് വെക്കുന്ന ആളെ അനുസരിക്കുന്നവനാണ്. ഉപ്പയോട് ഉമ്മയോട് സ്നേഹമുണ്ട്, വാചകങ്ങളിൽ പോരാ, അനുസരണത്തിൽ വേണം. നിനക്ക് നിന്റെ പ്രിയതമയോട് സ്നേഹമുണ്ടോ, പല കാര്യങ്ങളും അനുസരിച്ച് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിൽ നിർബന്ധങ്ങളുണ്ട്, സുന്നത്തുകളുണ്ട്, ആദാബുകളുണ്ട്, സാധാരണ നാട്ടിലെ പതിവുകളുണ്ട്. ഇതൊക്കെ നീ അനുസരിച്ച് നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിലപ്പുറമൊന്നും വേണ്ട. നിന്നോട് നിന്റെ ഭാര്യയ്ക്ക് ഹുബ്ബുണ്ടെങ്കിൽ, നിന്റെ സഹധർമ്മിണിക്ക് ഹുബ്ബുണ്ടെങ്കിൽ, ഒരിക്കലും അവരിൽ നിന്ന് അനുസരണക്കേട് വരാത്ത വിധം നിന്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും നിന്നെ അനുസരിക്കാനുള്ള നല്ല തൃപ്തിയും സന്തോഷവും ഒരുക്കവും വേണം. വീട്ടിലുണ്ടാകുമ്പോൾ മാത്രം നിന്നെ അനുസരിച്ച് ബഹുമാനിച്ച് സ്നേഹിക്കുന്നു. നീ വീട് വിട്ടിറങ്ങുമ്പോൾ അവർ കൂട് വിട്ടു പോവുകയാണ്. ആ തരത്തിലാണെങ്കിൽ ആ ഒരു ഹുബ്ബ്
നിശ്ചിത സമയത്തേക്ക് മാത്രം പരിമിതമായതാണ്. യഥാർത്ഥത്തിൽ അതിലൊരു ഹുബ്ബ് എന്ന് പറഞ്ഞുകൂടാ. ബാപ്പയോടും ഉമ്മയോടും അനുസരണമുള്ള മക്കളാണെങ്കിൽ ആ ബാപ്പക്ക് ഉമ്മക്ക് ജീവിതകാലത്ത് മാത്രം പോരാ, ജീവിതാനന്തരവും അവരോടുള്ള ഹുബ്ബ് പ്രകടിപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കണം. അതൊരു വർഷത്തിൽ ഒരാണ്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടു നടക്കേണ്ടതാണ്. ധാരാളം കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. തീരാത്ത ബാധ്യതയുള്ള വിഭാഗമാണ് മാതാപിതാക്കൾ. ജീവിതകാലത്തിൽ നിന്ന് അവർ മറഞ്ഞുപോയാൽ അവരോടുള്ള ഹക്ക് തീരുകയില്ല. നമ്മുടെ ജീവിതം എത്ര കാലം ബാക്കിയുണ്ടോ അത്രയും കാലം അവരോടുള്ള ഹക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അവരോട് യഥാർത്ഥ ഹുബ്ബുള്ള ആളാണെങ്കിൽ അയാളെ ജീവിതത്തിന്റെ അവസാനം വരെ ആ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിലവരുടെ വസിയ്യത്ത് പാലിക്കൽ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കുള്ള പ്രാർത്ഥന മറ്റൊന്നാണ്, അവർക്കുള്ള മഗ്ഫിറത്തിന്റെ തേട്ടം മറ്റൊന്നാണ്. അവരുമായി ബന്ധം പുലർത്തിയിരുന്ന ബന്ധങ്ങൾ എന്നും ചേർത്തുകൊണ്ട് നടക്കൽ മറ്റൊന്നാണ്. ഇതെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹബ്ബത്തിന്റെ ഭാഗങ്ങളാണ്. ഇരിക്കട്ടെ, അള്ളാഹുവിനോട് മഹബ്ബത്തുള്ളവരാകണം നമ്മൾ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. മുഅ്മിനീങ്ങളെ, ഈമാനുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, ആ സ്നേഹത്തിന്റെ അടയാളമാണ് ഞാനും നിങ്ങളും ഒരു വീട്ടിൽ താമസിക്കുന്നു. ആ വീട്ടിലെല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു ജീവിക്കാൻ നമുക്ക് പാകത്തിൽ തന്നിട്ടുണ്ട്. ആ വീട്ടിന്റെ ഉള്ളിൽ താമസിച്ച ശേഷം ഇന്നുവരെ ഒരൊറ്റ നിസ്കാരവും ഖളാകാതെ കൊണ്ട് നടക്കാനുള്ള കഴിവ് നേടിയെടുക്കുന്നത് അള്ളാഹുവിനോടുള്ള വലിയ മഹബ്ബത്താണ്. ആ വീട്ടിൽ തമ്മീസായി നിൽക്കുന്ന പ്രായം മുതൽക്കുള്ള കുട്ടികളെല്ലാവരും ആ അനുസരണത്തിൽ സജീവതയുള്ളവരാണോ അവർ അള്ളാഹുവിനോട് ഇഷ്ടമുള്ള കുടുംബമാണ്. അതേ സമയത്ത് കുറഞ്ഞ ആളുകൾ, ആ വീട്ടിൽ 1, 2, 3 മെമ്പർമാര് മാത്രം നിസ്കരിക്കുന്നവരും ബാക്കിയുള്ള ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വെട്ടി വീഴുന്നവരുമാണെങ്കിൽ തീർത്തും ആ കുടുംബത്തെ പറ്റി അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവരെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിനോട് മഹബ്ബത്തുള്ളവർ അവന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുന്നവരാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലും ചോദ്യം ചെയ്യാതെ അത് നിർവഹിക്കുന്നവരാണ്. ഇരിക്കട്ടെ, ഏത് ഘട്ടം വന്നാലും ആ തരത്തിൽ ഒരു സംഭവമാണ് ഉണ്ടാകേണ്ടത്. രാത്രി വളരെ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് വലിയ മഹബ്ബത്തുള്ളവനാണെങ്കിൽ സുബ്ഹിന്റെ സമയം ഖളാകുന്നതിന്റെ മുമ്പ് അവന്റെ ശരീരം അവൻ എഴുന്നേൽപ്പിക്കും. എത്ര ക്ഷീണത്തോടെ കിടക്കുന്ന രോഗിയാണെങ്കിലും നിസ്കാരത്തിന്റെ വിഷയം ഏറ്റവും വലിയ അനുസരണമുള്ളൊരു അടയാളമാണ്, പച്ചയായ അടയാളമാണ്. ആ അടയാളം നിലനിർത്തുന്നതിൽ രോഗശമനത്തിന് കാത്തു നിൽക്കില്ല. യാത്രക്കാരനാണെങ്കിൽ യാത്ര കഴിയട്ടെ എന്ന് കരുതി കാത്തു നിൽക്കില്ല. അതിനിടയിൽ തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും സൂക്ഷിച്ചിരുന്ന ഏറ്റവും വലിയ അനുസരണത്തിന്റെ അടയാളമാണ് 5 വക്ത് നിസ്കാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലും കണക്കനുസരിച്ച് നൽകുന്നില്ലെങ്കിൽ, നിർത്തുന്നില്ലെങ്കിൽ, നടത്തുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് അള്ളാഹുവിന്റെ അടിമകളാണ്? അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ അവനേറ്റവും നന്നായി അനുസരിക്കുന്നവരാണ്. ആ അനുസരണത്തിന്റെ ശക്തിയും ആ അനുസരണത്തിന്റെ തോതുമനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കൾക്ക് ബഹുമാനം നൽകുന്നു. സ്വാലിഹീങ്ങളുടെ അവസ്ഥ അങ്ങനെയാ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, വലിയ സുഖജീവിതം നയിച്ച് പിന്നെ ത്യാഗജീവിതത്തിലേക്ക് കടന്നു വന്ന മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. വലിയ സുഖജീവിതമാണ് ആദ്യം നയിച്ചിരുന്നത്, ആഡംബര ജീവിതം. അതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സ്വന്തം ശരീരത്തെ പറിച്ചു നട്ട ആ മഹാൻ ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് മഹാനവർകൾ പുറപ്പെട്ടു. ഹജ്ജിനെ ഉദ്ദേശിച്ചു പുറപ്പെട്ടു.
വഴിയിൽ യാത്രക്കിടയിൽ വലിയ തണുപ്പ് സംഭവിച്ചു, വിറക്കുന്ന തണുപ്പ്. മഹാനവറുകൾ പറയുന്നു, ഞാനൊരു ഗുഹയിലേക്ക് അങ്ങ് കയറി. മലയുടെ മുകളിലുള്ളൊരു ഗുഹയിലേക്ക് ഞാൻ കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയൊരു സിംഹമുണ്ട്. വലിയൊരു സിംഹം, അസദുൻ അലീം, വലിയൊരു സിംഹം. സിംഹം എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, മൻ അദ്ഖലക മകാനി ബിഗൈരി ഇദ്നി, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ സ്ഥലത്തേക്ക് നിന്നെ പ്രവേശിപ്പിച്ചത് ആരാണ്? നിന്നെ ഇങ്ങോട്ട് കടത്തിവിട്ടത് ആരാണ്? എൻ്റെ സമ്മതമല്ലാതെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇബ്രാഹിം നബി തങ്ങൾ പറഞ്ഞു, ഗരീബുൻ വമുൻഖതിഉൻ, ഞാനൊരു വൈദേശികനാണ്, യാത്രക്കാരനാണ്. എൻ്റെ യാത്രയിൽ എൻ്റെ തണുപ്പ് ശമിപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് ഗുഹയിലേക്ക് കയറിയതാണ്. ഞാൻ ഇവിടെ അതിഥിയായി താമസിച്ചുകൊള്ളാം. അതിഥിയാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ സിംഹം അങ്ങോട്ട് മാറി ഒരു ഭാഗത്തേക്ക്. സിംഹം ഒരു ഭാഗത്തേക്ക് മാറി. ഇബ്രാഹിം നബി തങ്ങൾ പറയുന്നു, അനാമ ബിജാനിബി, എൻ്റെ ഓരത്തി സിംഹം ഉറങ്ങുകയാണ്. വബിത്തു അതുലുൽ ഖുർആന ഇലസ്വബാഹ്. നമ്മൾ ആലോചിക്കണം, തണുപ്പുള്ള രാത്രി, തണുപ്പിന് ശമനം കിട്ടുന്നൊരു ഗുഹയിലേക്ക് കയറിയിട്ടും ഉറങ്ങുകയല്ല. സുബഹി വരെ ഞാൻ അവിടെ ഖുർആൻ ഓതി കഴിച്ചുകൂട്ടി. സിംഹത്തെ കണ്ടാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ഓതാൻ കഴിയും നമുക്ക്. നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ അവിടുന്ന് കഴിയും. സിംഹം നമ്മളെ പിടിക്കുന്നത് ഏതായാലും നമ്മൾ ദുന്യാവിനൊരു ഭാരാന്ന് കരുതിയിട്ട് പിടിക്കായിരിക്കും. അല്ല എന്തിനാ? നേർക്ക് നേരെ തിരിച്ചറിവുള്ള ആൾക്കാരെ അവരൊന്നും ചെയ്യാറില്ല എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാണത്. അത് ആനയാണെങ്കിലും സിംഹമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാതെ കുറെ ഭൂമിക്ക് ഭാരമായി നിന്നിട്ട് എന്താ, അതാണ് പോയിക്കോട്ടെ എന്നാ, എത്ര ആ ഫിത്തിനും ഫസാദും കുറഞ്ഞല്ലോ, ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കാം. എന്ത് കരുതിയിട്ടായിരിക്കും പലരും ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നത്. അല്ലാതെ മഹാന്മാരുടെ സമീപത്തേക്ക് വന്ന സിംഹയും ആനയും പുലിയൊക്കെ അവരോട് സംസാരിക്കേണ്ടതുപോലെ സംസാരിച്ച്, അവർ പറയേണ്ടതുപോലെ പറഞ്ഞ് അവർ തിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിട്ട് എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുകയോ എന്തെങ്കിലും അക്രമത്തിൻ്റെ സ്വഭാവം കാണിക്കുകയോ ഒന്നുമില്ല. കാരണം ഇവർ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളായപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു മഖ്ലൂക്ക് തന്നെയല്ലേ ഈ സിംഹവും. അപ്പം ആ സിംഹവും പിന്നെ അവർക്ക് വഴിപ്പെടുമല്ലോ. ഞാൻ സുബഹി വരെ ഖുർആൻ ഓതി. ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ സിംഹം വിളിച്ചിട്ട് എന്നോടൊരു വഅദ്, യാ ഇബ്രാഹിം, ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളെ, ഇയ്യാക വൽ ഉജ്ബാ, നിങ്ങൾ നല്ലോണം ഉജ്ബിനെ സൂക്ഷിക്കണം, ഉൾനാട്യം സംഭവിക്കരുത്. ഞാൻ വലിയ അറിവിൻ്റെ ആളാണ്, അമലിൻ്റെ ആളാണെന്ന ചിന്ത നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ പോയിട്ട് ആളുകളെ കാണുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയതൊരു സിംഹത്തിൻ്റെ സമീപത്താണെന്ന് പറഞ്ഞേക്കരുത്. എന്താ ഉപദേശം? നിങ്ങൾ പോയിട്ട് ഇന്നലെ എൻ്റെ സിംഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കടന്നുറങ്ങി, സിംഹൻ്റെ അടുത്ത് ഉറങ്ങിയിട്ട് ഞാൻ എണീറ്റ് വരാന്ന് ആരോടും പറയണ്ട, പോയിക്കോളി. നിങ്ങൾ പറയാതാണുള്ളതാ. ഈ കഥയൊന്നും ആരോടും പറയണ്ട. നിങ്ങൾക്ക് നല്ല ധൈര്യമാണ് അല്ലാഹു തആല തന്നതെന്നും സിംഹം വലിയ കാവലാണ് തന്നതെന്നും ഒന്നും പറയണ്ട, പോയിക്കോളൂന്നു. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ പറയാണ്, ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി 3 ദിവസമായി ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. സിംഹം പറയാണ്, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി വിടുന്ന എന്തിനാണെന്നറിയോ? ഇന്നലി സലാസത അയ്യാമിൻ ലം അത്അം ഷൈആ, 3 ദിവസമായി ഞാൻ ഈ ഗുഹക്കുള്ളിൽ എനിക്ക് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ വലൗലാ അന്നക ളൈഫീ ലഅകൽതുക, നിങ്ങൾ അതിഥിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെ തൽക്കാലം വിടുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഭക്ഷിക്കുമായിരുന്നു. ഞാൻ ഹംദ് ചൊല്ലി ഞാൻ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആളുകളോടൊന്നും സംഭവം പറഞ്ഞില്ല. പിന്നീടൊരവസ്ഥയിൽ എനിക്ക് പറയേണ്ടി വന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഞാനിത് പറയേണ്ടി വന്നത്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനങ്ങനെ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ് സാധാരണ ഞാൻ ഇബാദത്തിരിക്കുന്നൊരു സ്ഥലമുണ്ട്.
ഞാൻ അവിടേക്ക് മടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിന് കുറെ കാലമായി ഒരു റുമ്മാൻ കിട്ടണമെന്ന് വല്ലാത്ത താല്പര്യമുണ്ട്. ഒരു റുമ്മാൻ പഴം കിട്ടിയാൽ കഴിക്കായിരുന്നു. 20 കൊല്ലമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കാം. നല്ല ഒരു റുമ്മാൻ പഴം കിട്ടിയാൽ തിരക്കിടില്ലായിരുന്നു. പലപ്പോഴും ഞാനിങ്ങനെ അന്വേഷിക്കും, പക്ഷെ എവിടെയും കിട്ടൂല. അങ്ങനെ ഒരു രാത്രിയിൽ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, ഇല്ലം തഖ്ളി ശഹ്വതി, എൻ്റെ താല്പര്യം നീ സാധിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഇബാദത്തിൽ ചെറിയ മടിയൊക്കെ വരും. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം. നല്ല റുമ്മാൻ കിട്ടിയാൽ തിരക്കടില്ല. എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞു, ശരീരമേ, എൻ്റെ ശരീരത്തോടെ പറഞ്ഞു, ശരീരമേ, നീ നല്ലോണം പണിപ്പെട്ട് ഇബാദത്തെടുക്കും. ജനങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എവിടെയെങ്കിലും എത്തുമ്പോൾ ഏതെങ്കിലുമൊക്കെ റുമ്മാൻ തോട്ടത്തിൽ കയറിയിട്ട് റുമ്മാൻ പറിക്കാം എന്ന് സ്വന്തം ശരീരത്തോട് ഉപദേശിച്ച് ഞാനങ്ങനെ ഇബാദത്തിലായി കഴിഞ്ഞു. അങ്ങനെ ആ ആരാധിക്കുന്ന സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങി ഞാനങ്ങനെ സഞ്ചരിക്കുമ്പോൾ ജനങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ഭാഗത്തെത്തിയപ്പോൾ അവിടെ ഏതാ ഒരു വലിയ തോട്ടം കാണുന്നു. നിറച്ചു റുമ്മാനാണ്. ഞാൻ ആ തോട്ടത്തിലേക്ക് കയറി. ഒരുപാട് റുമ്മാൻ പഴങ്ങളുണ്ട്. ഒന്ന് ഞാൻ എടുത്തു, ഭക്ഷിച്ചു. പക്ഷേ മധുരം ഇല്ല, പുളിയാണ്. രണ്ടാമത് വേറൊന്ന് പറിച്ചു, അതിനും പുളിയാണ്. മൂന്നാമതും നാലാമതും ഓരോന്നും പറിച്ചു നോക്കി, ഒക്കെ പുളിയാണ്. സുബ്ഹാനല്ലാഹ്, മനസ്സ് പറയുന്നു, മധുരമുള്ളതൊറ്റൊന്നും കിട്ടിയില്ലല്ലോ. മധുരമുള്ളത് കിട്ടിയാൽ ഉമ്മാന്റെ യഥാർത്ഥ രുചി അറിയാമല്ലോ. പിന്നെയും ഞാൻ ആളുകൾ താമസിക്കുന്ന വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. അവിടെ ഒരു തോട്ടത്തിൽ ഒരു വ്യക്തിയെ കണ്ടു. അയാൾ ആ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു റുമ്മാന് വേണം. അദ്ദേഹം ഒരു റുമ്മാൻ പറിച്ചുകൊണ്ടുവന്നു. 5ാമത്തെ റുമ്മാനാണ്, അതും പുളിയാണ്. ഞാൻ ചോദിച്ചു, അല്ല സുഹൃത്തേ, എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് നല്ല മധുരമുള്ള റുമ്മാനാണ്. അങ്ങനത്തെ റുമ്മാൻ കൊണ്ടുവരാൻ നിനക്ക് കഴിയില്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇബ്രാഹിമിന് തങ്ങളെ, ഞാൻ ഈ തോട്ടത്തിൽ 40 വർഷമായി ജോലിയെടുക്കുന്ന ആളാണ്. പക്ഷേ ഇതുവരെ മധുരമുള്ളതും പുളിയുള്ളതും വേർതിരിച്ച് എനിക്കറിയില്ല. കാരണം റുമ്മാൻ ശേഖരിക്കേണ്ട, പറിക്കേണ്ട, കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി എനിക്കില്ല. എനിക്കിതിൻ്റെ അടിഭാഗത്ത് വെള്ളം നനക്കലും പുല്ല് പറിക്കലും ചുറ്റുഭാഗത്തുമുള്ള വേലി ശരിയാക്കലും മാത്രമാണ് എൻ്റെ ഡ്യൂട്ടിയുള്ളത്. ബാക്കിയുള്ളതൊന്നും ഞാൻ അറിയില്ല. ഏതായാലും മധുരമുള്ള റുമ്മാൻ കിട്ടിയില്ല. ശരീരം കൊതിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. എന്നാ ഒരു താല്പര്യത്തോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നൊരു മനുഷ്യനെ കണ്ടു യാത്രയിൽ, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ മുഴുവനും ഈച്ചകൾ വന്നിരിക്കും. ഒരു ഭാഗം നോക്കുമ്പോൾ പുഴുക്കൾ ഇങ്ങനെ അരിച്ചു പെറുക്കുന്നുണ്ട്. പല ഭാഗത്തിലൂടെയും പുഴുകൾ ഇങ്ങനെ താഴോട്ട് വീഴുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാ ബിഹി കസീറൻ മിൻ ഖൽഖിഹി. ഇത്ര പുഴു അരിച്ചിട്ടും ആ മനുഷ്യന് അല്ലാഹു തആലയോട് വലിയ സന്തോഷം. അല്ലാഹു തആല നൽകിയ ഹുക്മിൽ വലിയ തൃപ്തിയുള്ള ആളാണ്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല മനുഷ്യ, വലിയ പരീക്ഷണമാണല്ലോ അല്ലാഹു തആല തന്നത്. എന്നിട്ടും നിങ്ങൾ അല്ലാഹു തആലാനെ സ്തുതിക്കാണല്ലോ, വല്ലാത്ത സ്തുതിയാണല്ലോ സ്തുതിക്കുന്നത്. എന്താണ് ഇപ്പൊ അള്ളാഹിനോട് പറഞ്ഞത്? നമ്മളൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ ദ്വാരക്കും, പടച്ചോനെ ഇമ്മ അതിരി ഒരു രോഗം ആർക്കും തരല്ലേന്നല്ലേ. നമ്മളെ നോട്ടം ബോഡിയിലേക്കാണ്, അവരുടെ നോട്ടം കൽബിലേക്കാണ്. ആ പുഴുവരിക്കുന്ന ശരീരമുള്ള ചെറുപ്പക്കാരൻ പറയുന്നത്, ഒരുപാട് ആളുകൾക്ക് വലിയ പരീക്ഷണം കൊടുത്ത പരീക്ഷണത്തിൽ നിന്ന് എനിക്ക് സുഖം തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. അപ്പൊ ഇബ്രാഹിം തങ്ങൾ ചോദിച്ചു, അല്ല മനുഷ്യ, വയ്യു ബലാഇൻ അലൂ മിൻ ഹാദാ. എല്ലാ ഭാഗത്തും വന്ന് ഈച്ചങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നീരും രക്തമൊക്കെ വലിച്ചു കുടിക്കുക, ഒരു ഭാഗത്തൂടെ പുഴുക്കൾ ഇങ്ങനെ അരിച്ചു വീഴുക, ഇറങ്ങിങ്ങനെ പോവുക, ഇതിനേക്കാളും വലിയ പരീക്ഷണം എന്താണ്? അപ്പൊ ആ ചെറുപ്പക്കാർ എൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു, ഇബ്രാഹിം തങ്ങളെ, യാ ഇബ്രാഹിം എന്ന് വിളിച്ചു. നേരത്തെ കണ്ടു പരിചയമോ ഒന്നുമില്ല, എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നഷുസ്സനാബീരി ഫിൽ അബ്ദാനി ഖൈറും മിൻ ശഹ്വത്തിർ റുമ്മാൻ. ശരീരത്തിലെ
ഈ ഈച്ച വന്നിങ്ങനെ കടിക്കുന്നത് റുമ്മാന്റെ കൊതിയേക്കാളും നല്ലതാണ്. എൻ്റെ ശരീരത്തിൻ്റെ പുറംഭാഗത്താണ് കടിച്ചത്. നിങ്ങളെ കടിച്ചതോ നിങ്ങളെ മനസ്സിലാണ് ഇബാദത്തിന് ഇടങ്ങേറും മടിയും മടുപ്പൊക്കെ. എനിക്ക് ഇബാദത്തിന് യാതൊരു തകരാറുമില്ല. ഇബാദത്തിന് ഞാൻ നിൽക്കുമ്പോൾ പൂർണ്ണ ഹാപ്പിയാണ്. നിങ്ങൾക്ക് റുമ്മാൻ കിട്ടാത്തതിൻ്റെ പേരിൽ ഇബാദത്തിന് വലിയ വിഷമം വരല്ലേ? എനിക്കല്ല പരീക്ഷണം, നിങ്ങൾക്കാ പരീക്ഷണം. നിങ്ങൾ കണ്ടുമ്പോൾ നിങ്ങളെ ബോഡിക്കൊരു കുഴപ്പമില്ല, അങ്ങനല്ലേ നമ്മളെ വിചാരം. നമുക്ക് അള്ളാഹുത്തർ എന്ത് സുഖം തന്നു അല്ലേ? അതേ സമയത്ത് പരീക്ഷണം അനുഭവിച്ച് കിടക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് നമ്മൾ വായിക്കുന്നില്ല. ആ മനുഷ്യന്റെ മനസ്സ് ക്ലിയറാണ്. ഉള്ള പരീക്ഷണത്തിൽ ഉള്ള ഇബാദത്തും ത്വാഅത്തിലുമായി മുന്നോട്ട് നീങ്ങുന്ന ആള്, പൂർണ്ണ സുഖത്തിൽ ജീവിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നത് ഇനിയും ആയിട്ടില്ല, സുഖങ്ങളൊന്നും പോരാ, ഇത്രയൊന്നും അല്ല നമുക്ക് തന്നാ പോരാ. എന്ത് മേൽവിലാസത്തിലാ തരുന്നത്? ഏത് നിലക്കാ തരാനുള്ള യോഗ്യത? പക്ഷെ ഇപ്പോഴും ഇത്രത്തോളം തന്നിട്ടും നമ്മളെ മനസ്സ് പറയുന്ന ആയിട്ടില്ല എന്നാണ്. എന്നാ രോഗിയായി കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹം ആശ്വാസം കിട്ടുമ്പോൾ ചൊല്ലുന്ന ഹംദ്, ആ ഹംദ് കേൾക്കുമ്പോൾ നമ്മളൊരു മണിക്കൂറിൽ എത്ര വണ്ണം ചൊല്ലണം? നിസ്കാരത്തിന്റെ ശേഷമുള്ള 33 നേർക്കേറെ ചൊല്ലാൻ നമുക്ക് മടിയല്ലേ? എന്നാ അപ്പോഴെങ്കിലും ഒന്ന്, എപ്പോഴും ഇല്ലെങ്കിൽ അപ്പോഴെങ്കിലും ഒന്ന് അല്ലേ? അൽഹംദുലില്ലാ എന്നൊരു 33 വട്ടം നിസ്കാരത്തിന് ശേഷം ചൊല്ലുകയാണെങ്കിൽ അതൊന്ന് നേരെ ചൊല്ലാൻ മടിയാണ്. എങ്ങനെ നേർക്കര ചൊല്ലാത്ത ഉസ്താദ്? ഞങ്ങളൊക്കെ ചെല്ലുന്നുണ്ടല്ലോ. എവിടെ ചെല്ലുന്നത്? ചിലരൊക്കെ എണ്ണാണ് കൈകൊണ്ട് ഇങ്ങനെ 33 റെഡി, അങ്ങനെ കാണിച്ചാൽ മതിയോ? ചിലരിങ്ങനെ ആ സിഗ്നലേറ്റ് കത്തുമ്പോൾ ഇങ്ങനെ ആക്കും. 33 എത്ര പെട്ടെന്നാ! അങ്ങനെയാണെങ്കിൽ 1000 ദിക്റൊക്കെ പോലെ എത്ര മിനിറ്റ് പിടിച്ചു ഒരു ദിവസം വൈകുന്നേരം ചൊല്ലൂലേ? ഇമാമ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ നമ്മളെ മടിയാണ് സഹോദരങ്ങളെ. അത് സുബ്ഹാനല്ലാഹ് എന്നതിൽ ഒരു 10 അക്ഷരെങ്കിലും ഒന്ന് ചൊല്ലാൻ 10 പോയിട്ടൊരു 3 ചൊല്ലുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ വെറുതെ പറയല്ല. ആരോഗ്യവാന്മാരായ സന്തോഷവാന്മാരായ നിറഞ്ഞ അനുഗ്രഹങ്ങളിൽ അഭിരമിക്കുന്ന നാം ഒരു 33 ഹംദ് ഒരു നിസ്കാരത്തിന്റെ ശേഷം തികച്ചു കൊല്ലാത്ത നമ്മൾ എത്രമാത്രം ഭാഗ്യദോഷികളാണ്. കൊതിപ്പോൾ തീർന്നിട്ടില്ല, താല്പര്യങ്ങൾ ഇപ്പോഴും അധികമുണ്ട്. ചെറുപ്പക്കാരൻ ഇബ്രാഹിം നദം റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് പറയുന്നത്, എൻ്റെ ശരീരത്തിൽ പുഴു അരിച്ച് തായോട്ട് വീഴുന്ന കണ്ടപ്പോൾ വിഷമം തോന്നിയല്ലേ? പക്ഷെ എൻ്റെ മനസ്സ് ക്ലിയറാണ്. അല്ലാഹു തന്നതിൽ ഇപ്പോഴും ഞാൻ അൽഹംദുലില്ലാഹ് എല്ലാം കഴിയും നമുക്ക്. അങ്ങനെയൊക്കെയാണ് ഉസ്താദുമാർ, മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ എൻ്റെ ഉസ്താദുമാരിൽ ഒരു ഉസ്താദാണ് മർഹൂം TC ഉസ്താദ് ആക്കോട്. വിശുദ്ധ റമദാനിലാണ് മഹാനവറുകൾ വഫാത്തായത്. അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഹോസ്പിറ്റലിൽ ഉസ്താദിനടുത്ത് ഞങ്ങൾ ഖിദ്മത്തിന് നിൽക്കുമ്പോൾ ആര് വന്ന് ചോദിച്ചാലും ഉസ്താദ് പറയാം അൽഹംദുലില്ലാഹ് നല്ല സുഖമുണ്ട് എന്ന് പറയും. അപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ല ഉസ്താദെ, ഡോക്ടർ ഇപ്പോൾ വന്നു പോയിട്ട് ഡേഞ്ചറാന്നാ പറഞ്ഞത്, പൂർണ്ണ വിശ്രമം വേണ്ടി വരും, 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കിടക്കേണ്ടി വരും എന്നാ പറഞ്ഞത്. പിന്നെ എന്താണ് ഇപ്പോൾ ഉസ്താദ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്? അപ്പോൾ ഉസ്താദ് പറഞ്ഞ വാക്കെന്താ പറയുക? മോനെ, നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ 3-ാം തട്ടിലാണ്. ഇതിൻ്റെ മേലെ ഒരു 3 തട്ടുണ്ട്. ആ 3 തട്ടിലുമുള്ള ആളുകൾ നമ്മളെക്കാൾ ഡേഞ്ചർ അസുഖത്തിലുള്ളവരാണ്. അവരെ പരിഗണിക്കുമ്പോൾ നമ്മൾ ഇത്ര പറഞ്ഞാൽ മതിയോ? ഹംദ് ഇത്ര പറഞ്ഞാൽ മതിയോ? എനിക്ക് ഭക്ഷണം കഴിക്കാൻ അള്ളാഹു ഒരു തടസ്സം നൽകിയിട്ടില്ല, നിസ്കരിക്കാൻ അള്ളാഹു ഒരു തടസ്സം തന്നിട്ടില്ല, ദിക്ർ ചെല്ലാൻ അള്ളാഹു ഒരു തടസ്സം തന്നിട്ടില്ല, വിസർജിക്കാൻ അള്ളാഹു ഒരു തടസ്സം തന്നിട്ടില്ല. ഒരു ചെറിയ 1-2 അസുഖങ്ങളെ ക്ഷീണം കാരണം ഒന്ന് റെസ്റ്റ് എടുത്ത് മരുന്നങ്ങനെ കഴിക്കുന്നു, കൃത്യമായ നേരത്തെ അതങ്ങനെ ചെക്ക് ചെയ്യുന്നതല്ലേ ഉള്ളൂ. മുകളിലുള്ള ആളുകൾ മൂത്രമൊഴിക്കാൻ കഴിയാത്തവർ, വിസർജിക്കാൻ കഴിയാത്തവർ, 2 ആഴ്ചക്കാലമായി ഒരു തുള്ളി മൂത്രമൊന്ന് തായോട്ട് പോയിട്ട് അവരിലേക്കൊന്ന് ചേർത്തി നോക്കുമ്പോൾ നമ്മളെത്ര സുഖിയന്മാരാണ്. അവർ മനസ്സിലാക്കുന്നൊരു ഭാഷ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വലിയ പ്രതിസന്ധിയിലാന്നല്ലേ? നമ്മൾ എവിടെയുമല്ല, നമ്മൾ സുഖിയന്മാരാണ്, സുഖലോലുപരാണ്.
പരീക്ഷണം അനുഭവിക്കുന്ന ചെറുപ്പക്കാരനാണ് ഇബ്രാഹിം നബി തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ മിമ്മബ്തലാ ബിഹി കസീറൻ മിൻ ഖൽഖിഹി. ധാരാളം സൃഷ്ടികൾക്ക് വലിയ പരീക്ഷണങ്ങൾ കൊടുത്തതിൽ നിന്ന് എനിക്ക് സുഖം തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഇബ്രാഹിം നബി തങ്ങളെ ഒരു റുമ്മാനിന്റെ കൊതി കൊണ്ട് ഇബാദത്തിൽ ക്ഷീണം വന്ന നിങ്ങളില്ലേ, എൻ്റെ ശരീരത്തിൻ്റെ പുഴുവരിക്കുന്ന രംഗം കണ്ടിട്ട്, എൻ്റെ ശരീരത്തിൽ ഈച്ച വന്ന് കടിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നി, ഇത് വലിയ പരീക്ഷണമാണെന്ന് തോന്നിയെങ്കിൽ ഈ ഈച്ച വന്ന് കടിക്കുന്നതിനേക്കാളും വലിയ പരീക്ഷണം റുമ്മാനിനോടുള്ള കൊതിയാണ്. കാരണം ഈച്ച കടിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ അള്ളാഹുവിനോടൊരു താല്പര്യവും കുറഞ്ഞിട്ടില്ല, അള്ളാഹുവിൻ്റെ ഒരു നിയമവും ഞാൻ തെറ്റിക്കുന്നില്ല, അള്ളാഹു എനിക്ക് തന്നതിൽ എനിക്ക് അള്ളാഹുവിനോടൊരു പൊരുത്തക്കേടുമില്ല, സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു താല്പര്യം നിർവഹിച്ച് കിട്ടാത്തത് കൊണ്ട് ഇബാദത്തിൽ വരെ ക്ഷീണം വരുമെന്നല്ലേ അള്ളാഹുവിനോട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇബ്രാഹിം നബി തങ്ങളെ, അതുകൊണ്ടാണ് ലാകിന്നഹു അലിമ അന്നക അബ്ദുൻ മുആരിദുൻ. അല്ലാഹു മനസ്സിലാക്കി നിങ്ങൾ അല്ലാഹുവിന് പൂർണ്ണമായി വണങ്ങിയ ഒരാളല്ല. അതുകൊണ്ടാണ് ഫബദ്ദല ലകൽ ഹുൽവ ബിൽ ഹാമിലി. നിങ്ങൾക്ക് ഇതുവരെ കഴിച്ചിട്ട് ഒരൊറ്റ പഴം പോലും മധുരമുള്ളത് കിട്ടാത്തത് കൊണ്ടാണ്. കിട്ടിയതൊക്കെ പുളിയുള്ളതല്ലേ. നിങ്ങൾ നോക്കി, കിടക്കുന്ന ആൾ ഏതെങ്കിലും തോട്ടത്തിൽ ഇബ്രാഹിം നബി തങ്ങൾക്ക് പഴം കൊടുത്തിട്ട് വന്ന് കിടക്കുന്ന ആളല്ല. ഇബ്രാഹിം നബി തങ്ങൾ അങ്ങോട്ട് കണ്ടപ്പോഴേക്ക് എന്തായിരുന്നു താല്പര്യമൊന്നും ഇപ്പം എന്താണ് വെമ്പൽ കൊള്ളുന്ന വിഷയമൊന്നും ഒരൊറ്റ നോട്ടം നോക്കിയിട്ടാണ് വിശദീകരിച്ചു കൊടുത്തു. ഉറപ്പല്ലേ വിശദീകരിച്ചു കൊടുക്കുന്നു. നമ്മൾ ആരെങ്കിലും ആ രൂപത്തിലൊരു പുഴുവരിക്കുന്ന ശരീരത്തെ സഹോദരങ്ങളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ് ഈ രൂപത്തിൽ ചെല്ലുന്ന ചെറിയൊരു പനി വന്നാൽ തന്നെ നമ്മളെ മനസ്സിലെന്താ വിചാരിക്കുക? എന്തേ ഇപ്പം അല്ലാഹു തആല എന്നോട് ഇങ്ങനെ കാണിച്ചത്? ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ ചെയ്തില്ലേ? നീ ഇന്നലെ സുബഹിസ്കരിച്ചപ്പോഴാണ്? അത് സാധാരണ നാട്ടിലെല്ലാവരും അങ്ങനെ തന്നെ നിസ്കരിക്കരുത്. നീ ഇന്നലെ പലതും മുടക്കിയിട്ടില്ല, അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ, ഞാൻ മാത്ര. നമ്മളെ ചിന്ത, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നീ ഇന്നലെ മറ്റയാളെ മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു വർത്താനം പറഞ്ഞില്ല, അതിപ്പോൾ എത്ര വലുതാ. അങ്ങനെ അങ്ങാടിയിൽ എത്ര ആൾക്കാർ പറയുന്നുണ്ട്. കണ്ടോ, നമ്മൾ നമ്മളിലേക്ക് ടോർച്ചടിച്ച് നോക്കുമ്പോൾ നമുക്ക് തരാനേ ഉള്ളൂ. അള്ളാഹിന്റെ മഹലായ ഫضل കൊണ്ട് അള്ളാഹ് ആഫിയത്ത് തന്നങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നന്നായിക്കോട്ടെ നേരിട്ട് അള്ളാഹു നന്നാക്കി തരട്ടെ. അതിനാണ് നമ്മളെ സമ്മതിച്ചുകൊണ്ടല്ല ഈ സുഖങ്ങളൊന്നും. പക്ഷേ ആ മഹാനുഭാവനായ ചെറുപ്പക്കാരൻ ഈ പുഴുവരിക്കുന്ന ശരീരത്തോടെ കിടന്നിട്ടും മനസ്സ് ക്ലിയറാണ്, യാതൊരു പ്രശ്നവുമില്ല. സങ്കീർണമായ പ്രശ്നങ്ങൾ വന്നപ്പോഴും ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം അല്ലാഹു തആല ചോദിച്ചു, അയ്യൂബ് നബി എങ്ങനെയുണ്ട്? വല്ല വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടോ? പടച്ചോനെ, 2 എണ്ണം നീ എനിക്ക് ബാക്കി തരുന്ന കാലത്തോളം ഞാൻ നിന്നോട് പരാതി പറയില്ല. 2 എണ്ണം എനിക്ക് ബാക്കി തരുന്ന കാലത്തോളം ഒരു പരാതിയും നിന്നോട് പറയില്ല. നീ തന്നത് എനിക്ക് കേടായിപ്പോയിന്ന് വിഷമായിപ്പോയിന്ന് പറയില്ല. ഒന്ന് ഖൽബുൻ ഷാകിറുൻ, മറ്റൊന്ന് ലിസാനുൻ ദാകിർ, നിന്നെ ഓർക്കാനും പറയാനുമുള്ള നല്ല നാവ്, നന്ദിബോധമുള്ള ഖൽബും എനിക്കുണ്ടോ? പരാതിയില്ല റബ്ബേ. സങ്കീർണത നിറഞ്ഞ അവസ്ഥയായിട്ടും ആ പ്രവാചകന്റെ ദുആ, അന്നീ മസ്സനിയൽ ളുർറു വ അൻത അർഹമുർ റാഹിമീൻ. ചെറിയൊരു വിഷമം വന്നിട്ടുണ്ട്, അല്ലാ നീ അർഹമുർ റാഹിമീനാണല്ലോ. അതുകൊണ്ടല്ല അത്രയും ക്ഷമിച്ച് ക്ഷമയുടെ അങ്ങേ അറ്റം എത്തിച്ച മഹാനുഭാവനായിട്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത്, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും നല്ല അടിമ, ഏറ്റവും നല്ല ദാസനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇന്നഹു അവ്വാബ്. എന്ത് വിഷയമുണ്ടായപ്പോഴും എന്നിലേക്ക് മനസ്സ് തിരിച്ച ആളാണ്, വേറൊന്നും ചിന്തിച്ചില്ല. എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും വിഷമം, കുടുംബപരമായിട്ട് വിഷമം, സാമ്പത്തികമായിട്ട് വിഷമം, ഒന്നും ചിന്തിക്കാതെ എന്നിലേക്ക് തിരിഞ്ഞ ആളാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല സ്വബറുള്ള മഹാനാണ്.
സഹോദരങ്ങളെ, മഹത്തുക്കൾ മനസ്സിലാക്കുന്നൊരു ചിന്ത നോക്ക് നിങ്ങൾ. ചെറുപ്പക്കാരൻ ഇബ്രാഹിം നദ്ഹം തങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയാണ്, ഞാൻ ബോധം കെട്ട് വീണുപോയി. ചെറുപ്പക്കാരൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞല്ലോ. ഞാൻ ശരിക്കുള്ളൊരു അടിമയാകാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നത് മുഴുവനും പുളിയുള്ള റുമ്മാൻ തന്നത്, മധുരമുള്ള റുമ്മാൻ തരാതിരുന്നത്. അനുസരണത്തിനനുസരിച്ച് അതിലൊക്കെ മാറ്റം ഉണ്ടാവും. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹും കൂട്ടുകാരനും ഒരേ കടയിൽ നിന്ന് റുമ്മാൻ വാങ്ങി, ഒരേ കടയിൽ നിന്ന്. എന്നിട്ട് രണ്ടുപേരും പൊളിച്ചു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പൊളിച്ച റുമ്മാന് നല്ല ചുവപ്പുള്ള, കണ്ടാൽ തന്നെ ഒരു പിടിങ്ങോട്ട് വാരി ഭക്ഷിക്കും, ആ രൂപത്തിലാണ് നിൽക്കുന്നത്, നല്ല നീരോടുകൂടി. കൂട്ടുകാരൻ്റെ റുമ്മാൻ പൊളിച്ചു നോക്കുമ്പോൾ പല ഭാഗത്തും കറുപ്പ്, ചില ഭാഗത്തൊക്കെ കേട് വന്നിട്ടും ഒക്കെ അങ്ങോട്ട് തിന്നാൻ പറ്റാത്ത ഒരവസ്ഥയിൽ. അപ്പോൾ കൂട്ടുകാരെങ്ങനെ നോക്കിയിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങളോട് പറഞ്ഞു, നമ്മൾ രണ്ടാളൊരു കടയിൽ നിന്നല്ലേ വാങ്ങി? അതെ. ഒരേ പൈസക്കല്ല വാങ്ങി? അതെ. പിന്നെന്താ അത്? ഇപ്പം മഹാനവറുകൾ പറഞ്ഞു, ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ഒന്നുമല്ല, അത് നിങ്ങളെ കൽബ്, ഇതെൻ്റെ കൽബ്. എന്താ? മനസ്സിൻ്റെ മാറ്റാണ്, അനുസരണത്തിൻ്റെ മാറ്റാണ്, മനസ്സിൻ്റെ മാറ്റാണ്. ആ മാറ്റത്തിനനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും മാറ്റമാണ്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. രണ്ടാളും വാങ്ങിയത് ഒരേ കടയിൽ നിന്ന് തന്നെ, രണ്ടാളെ കയ്യിൽ വെച്ച് പൊളിച്ച തന്നെയാണ്, ഒരേ വില കൊടുത്തിട്ടല്ലേ വാങ്ങിയത്. പക്ഷെ മാറ്റം കണ്ടില്ലേ? മനസ്സിൽ വരുന്ന ചിന്തകൾക്കനുസരിച്ച് കാര്യങ്ങൾക്കൊക്കെ ഈ രൂപത്തിൽ മാറ്റം വരും. ഇബ്രാഹിം നദൂർ റളിയല്ലാഹു അൻഹു ഇക്കടക്കുന്ന ചെറുപ്പക്കാരൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞല്ലോ, ബോധം കെട്ടുപോണു പോയി. ഞാൻ ബോധം തെളിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, സുഹൃത്തേ, ഇന്നക ബിഹാദൽ മഖാം, ഇത്രയും വലിയ സ്ഥാനത്തെത്തിയ ആളാണല്ലോ നിങ്ങൾ. ഞാൻ റുമ്മാൻ ചോദിച്ചതും കിട്ടിയ റുമ്മാനൊക്കെ നല്ല പുളിയുള്ളതായതും, ഞാൻ അള്ളാഹുവിനോട് എൻ്റെ വിഷയത്തെ പറ്റിയിട്ട് എനിക്ക് കിട്ടാത്തതിൽ കൂടുതൽ വ്യാകുലനായിട്ട് ചോദിച്ച ആളാണോ എന്നൊക്കെ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായിട്ട് അള്ള തന്ന ഈ രോഗത്തിൽ നിന്ന്, ബലായിൽ നിന്ന് ഒന്ന് സുഖം ചോദിച്ചൂടെ? ഇത്ര വലിയ പരീക്ഷണമല്ലേ അള്ളാഹു നിങ്ങൾക്ക് തന്നത്? കണ്ടോ നിങ്ങൾ ആ മഹാനുഭാവന്റെ ചിന്ത? ഇബ്രാഹിം നബി തങ്ങൾ പറയാണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹുവ മുതസർരിഫുൻ ഫിൽ അബീദി യഹ്കുമു അലൈഹിം ബിമാ യശാഉ വയഫഅലു ബിഹിം മാ യുരീദ്. അല്ലാഹു തആല അവന്റെ അടിമകളിൽ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളവനാണ്, അവൻ ഉദ്ദേശിച്ചത് നടപ്പിലാക്കുന്നവനാണ്. എന്നെ കൊണ്ട് അല്ലാഹു ഇങ്ങനെ ഉദ്ദേശിച്ചെങ്കിൽ എനിക്കതിലൊരു പരാതിയുമില്ല. സുഖം തന്നവനും അവനാണ്, സുഖം മാറ്റിയവനും അവനാണ്, മനസ്സിനിപ്പോഴും നല്ല കുളിരുള്ള അവസ്ഥ തന്നവനും അവനാണ്. ഫകം അബീദിൻ സ്വാബിറൂന ലിബലാഇഹി റാളൂന ബിഖലാഇഹി. ഇബ്രാഹിം തങ്ങളെ എത്ര അടിമകളുണ്ട്, അല്ലാഹുവിന്റെ ബലായിൽ അവർ സ്വാബിരിങ്ങളാണ്. പരീക്ഷണം കിട്ടിയിട്ടും അവർ ദീനിൽ നിന്ന് മാറാതെ, വിശ്വാസത്തിൽ നിന്ന് മാറാതെ, ഇബാദത്തൊന്നും കുറക്കാതെ, ശുക്രൊന്നും കുറക്കാതെ, സ്വതക്കയൊന്നും കൊടുക്കുന്നത് നിർത്താതെ, പരീക്ഷണത്തിൽ ക്ഷമിച്ചു മുന്നോട്ട് നീങ്ങുന്ന എത്ര അടിമകളുണ്ട്. റാളൂന ബിഖലാഇഹി, അല്ലാഹുവിന്റെ ഖലായിൽ തൃപ്തിയുള്ളവരാണ്, പൊരുത്തക്കേടില്ല. പെട്ടെന്ന് അല്ലാഹു തആല നമ്മളാരും ചിന്തിക്കുന്ന തലത്തിലെത്തുന്നതിൻ്റെ മുമ്പ് നമ്മളൊരു വരുമാന മാർഗം ഉദ്ദേശിച്ചിരുന്ന നമ്മുടെ പൊന്നോമന മകനെ പെട്ടെന്ന് അല്ലാഹു അങ്ങ് പിടിച്ചുകൊണ്ടുപോയാൽ രണ്ട് രൂപത്തിലുണ്ടാകും മനുഷ്യ വിഭാഗത്തിൽ, രണ്ട് രൂപത്തിൽ. ഒന്ന് കൂടുതൽ പരാധീനതകളുമായി, വ്യാകുലതകളുമായി, അങ്ങേയറ്റത്തും മുഷിപ്പും മടുപ്പുമായി, എന്നും അവർക്ക് വ്യതകളാണ്, ദുഃഖങ്ങളാണ്, സങ്കടങ്ങളാണ്, പറച്ചിലുകളാണ്. മറ്റൊരു വിഭാഗം ആരാന്നറിയോ? തന്നവൻ അല്ലാഹുവല്ലേ, എല്ലാം തന്നവൻ അല്ലാഹുവല്ലേ, അവന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെടുന്നു, കൊണ്ടുപോയതും അല്ലാഹുവാൻ. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു
സ്വന്തം മകനെ കഫൻ ചെയ്തിട്ട് ഖബറിലേക്ക് വെക്കുമ്പോ, നിസ്കാരം കഴിഞ്ഞ് മറമാടുമ്പോ അബൂ ഹുറൈറ തങ്ങൾ നല്ല സന്തോഷത്തോടെ ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, മകനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ആൾക്കാർ പറയല്ലേ, ആ ബാപ്പാക്ക് ഇപ്പോഴും ആ മകനോടൊരു സ്നേഹമില്ല, കണ്ടില്ല ആൾ ചിരിക്കുന്നത്. അത് ആൾക്കാരെ ഇൽമിന്റെ കുറവുകൊണ്ടാണ്. ഇൽമു ഈമാനും യഖീനൊന്നും ഇല്ലല്ലോ. ഇത് ഈ ചിരിക്കുന്ന ആൾ ആരാന്നറിയോ? മദീന പള്ളിയിലെ മുദർരിസ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സാധാരണ ആളല്ല, ഒരു സാധാരണ ആളായിട്ട് കൂട്ടാൻ പറ്റിയ ആളുമല്ല. അത്രയും വലിയ പണ്ഡിതന്മാരുടെ ഗുരുവര്യനായ മഹാനുഭാവൻ ചിരിക്കുന്നത് കണ്ടപ്പോൾ പതുക്കെ ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ല ഉസ്താദെ, എന്താ ചിരി? ഇപ്പം മഹാനവറുകൾ പറയാണ്, ഈ സമയത്ത് എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി ശൈത്താൻ ആവും പതി ശ്രമിക്കുന്നുണ്ട്. ശൈത്താൻ ഒന്ന് പരാജയപ്പെടുത്താൻ നോക്കാണ്. കാരണം ഇപ്പം എന്നെ സങ്കടപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ ഖലായിൽ നിന്ന് എന്നൊന്ന് പിറകോട്ട് വലിക്കണം. അതിനാണ് അവൻ്റെ ഉദ്ദേശം. ഞാനതിൽ പൂർണ്ണ തൃപ്തിയുള്ള ആളാണ്. തന്നവൻ അള്ളാഹുവാൻ, തിരിച്ചെടുത്തവനും അള്ളാഹുവാൻ. സങ്കടപ്പാടുകൾ കൂടുതൽ കൂടുതൽ വരുമ്പോൾ അപകടങ്ങളിലേക്ക് പലരും പോകും, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബലായിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖലായിൽ തൃപ്തിപ്പെടുന്ന ആളുകളാണെങ്കിലോ അവർ ഉയരങ്ങളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാകൂല, ഒരു വിഷമം ഉണ്ടാകൂല. അള്ളാഹുവാണ് തന്നത്, അവനാണ് കൊണ്ടുപോയത്. അപ്പൊ ഈ മഹാനുഭാവൻ പറയണം, അങ്ങനെ എത്ര എത്ര ആൾക്കാരുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു സ്വഹാബി പറഞ്ഞു, സ്വർഗത്തിൽ കടന്ന ഒരു പെണ്ണിനെ, സ്വർഗത്തിൽ ഉള്ള ഒരു പെണ്ണിനെ കാണിച്ചു തരണമെന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരാം. ഏതാണ് പെണ്ണ്? അതാ പോകുന്ന പെണ്ണാണ്. സുബ്ഹാനല്ലാഹ്, പെണ്ണ് സാധാരണ രോഗിയായ പെണ്ണല്ലേ? അതേ അപസ്മാര രോഗമുള്ള പെണ്ണാണ്. ആ പെണ്ണ് ഒരു ദിവസം ഞങ്ങളൊക്കെയുള്ള സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഹദ്റത്തിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു രോഗമുണ്ട്, അപസ്മാര രോഗമാണ്. ഞാനങ്ങനെ പലപ്പോഴും വീഴാറുണ്ട്. ജനങ്ങൾക്കിടയിൽ, കുടുംബത്തിനിടയിലൊക്കെ ഞാൻ വീണു പോകാറുണ്ട്. എൻ്റെ രോഗം മാറാൻ തങ്ങളൊന്ന് ദുആ ചെയ്യുമോ? തങ്ങളാ പെണ്ണിനോട് പറഞ്ഞു, ഇൻ ശിഅ്തി ഫലകിൽ ജന്ന, ഇൻ ശിഅ്തി സബർതി ഫലകിൽ ജന്ന. പെണ്ണേ, നീ ഉദ്ദേശിച്ചാൽ ഒന്ന് ക്ഷമിച്ചോളണം, അള്ളാഹു നിനക്ക് സ്വർഗം തരും. ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗം തരും നബിയെ? സ്വർഗം തരും. എന്നാ ഞാനങ്ങ് ക്ഷമിച്ചു. പക്ഷെ ഒരു കാര്യത്തിന് തങ്ങൾ എനിക്ക് ദ്വാരക്കണം. ഞാൻ എപ്പോൾ വീഴുമ്പോഴും എൻ്റെ ഔറത്ത് വെളിവാകലുണ്ട്, അതെനിക്കൊരു വിഷമ നബി. ഞാൻ അറിയില്ല, ഞാൻ അപസ്മാരത്തിൽ വീയല്ലേ, എൻ്റെ ഔറത്തിൻ്റെ ഭാഗങ്ങളൊക്കെ, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം തുണി നീങ്ങിയിട്ട് ആളുകൾ കാണുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ തങ്ങൾ ദ്വാരക്കണം. തങ്ങൾ അതിനു വേണ്ടി ദ്വാരുന്നു. പിന്നെ ആ സഹോദരി എപ്പോൾ വീണാലും ഒരു ഭാഗവും കാണാറില്ല, ശരീരത്തിൻ്റെ ഒരു ഭാഗവും പുറത്തേക്ക് കാണൂല. ആ പെണ്ണിങ്ങനെ നടക്കുന്ന പെണ്ണ് സ്വർഗക്കാരിയായ പെണ്ണാണ്. സ്വഹാബത്തിന് മറ്റു സ്വഹാബിമാർ കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗം കിട്ടുന്ന കണ്ടപ്പോൾ അങ്ങോട്ട് ക്ഷമിച്ച് ഇനി അല്ലാഹു തആലാന്റെ ആ ഖലായിൽ തൃപ്തിപ്പെട്ടു. അതൊരു ചെറിയ ഈമാനല്ല. അള്ളാഹുവിൻ്റെ ഖലായിൽ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ഈമാനാണ്. അള്ളാഹു നമുക്ക് പൊരുത്തം ഏറെ തെരുമാറാകട്ടെ. നിങ്ങൾ നോക്കി, ചെറുപ്പക്കാരൻ ഇബ്രാഹിം നബി തങ്ങളെ മുഖത്ത് നോക്കി പറയുന്നത്, എത്ര എത്ര അടിമകളുണ്ട് അള്ളാഹുവിൻ്റെ ബലായിൽ ക്ഷമിക്കുന്നവരാണ്. റാദൂന ബി ഖലാഇഹി, അള്ളാഹുവിൻ്റെ ഖലായിൽ തൃപ്തിയുള്ളവരാണ്. എന്നിട്ട് പറഞ്ഞു, യാ ഇബ്രാഹിം ലൗ ഖതഅനി ഇർബൻ ഇർബാ മസ്ദത്തു ഫീഹി ഇല്ലാ ഹുബ്ബാ. എൻ്റെ ശരീരം കഷ്ണം കഷ്ണമാക്കി അള്ളാഹു മുറിച്ചു കളഞ്ഞാലും എനിക്ക് അള്ളാഹുവിനോട് ഹുബ്ബല്ലാതെ മറ്റൊന്നും കൂടാനില്ല. എൻ്റെ ശരീരം കഷ്ണം കഷ്ണമാക്കി മുറിച്ചു കളഞ്ഞാലും, ഓരോ അണുക്കൾ വന്നിട്ട് ഓരോ ഭാഗം തിന്നു തീർത്താലും എനിക്ക് അള്ളാഹുവിനോട് മഹബത്ത് കൂടുകയുള്ളൂ, കുറയുകയില്ല. ഇബ്രാഹിം നബി തങ്ങൾ ഈ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. മഹാന്മാരുടെ മനസ്സിന്റെ അവസ്ഥയാണ്, അവരുടെ ശരീരത്തിന്റെ അവസ്ഥയാണ്, മനസ്സിന്റെ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സങ്കടകരമായ പരീക്ഷണങ്ങൾ നമ്മൾ കാണുമ്പോഴൊക്കെ വല്ലാതെ വിഷമമുള്ള പരീക്ഷ
പരീക്ഷണമാണ്. പക്ഷേ ആ പരീക്ഷണ ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ, അനുസരിക്കുന്നതിൽ അവർ മുൻപന്തിയിലാണ്. അനുസരണം നന്നായി വേണം. അള്ളാഹുവിന്റെ നിയമങ്ങൾ ഒന്നും കൊച്ചാക്കി കാണരുത്. എല്ലാ നിയമങ്ങളെയും കഴിവിന്റെ പരമാവധി അനുസരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചതോ യോജിക്കാത്തതോ അത് വിലയിരുത്തേണ്ടവരല്ല നാം. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. യജമാനനായ റബ്ബ് നമുക്ക് ഖൈറല്ലാതെ ഒരു നിയമവും അള്ളാഹു ഇറക്കിയിട്ടില്ല. ഒരുപക്ഷേ നമ്മുടെ ദുനിയാവിന്റെ കണ്ണുകൊണ്ട് നമുക്ക് ഷർറാണെന്ന് തോന്നിയേക്കും. അതിൻ്റെ അനന്തരഫലം വലിയ ഖൈറായിരിക്കും. നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ കാണാം. ചിലത് കാണുമ്പോൾ നമുക്ക് തോന്നും ഞാനാകെ കുടുങ്ങിയെന്ന്. പക്ഷേ പിന്നെ അല്ലാഹു തആല അതിൻ്റെ പിറകിൽ തരുന്നത് വലിയ സന്തോഷമാണ്. നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ. ചിലപ്പോൾ അല്ലാഹു തആല ചില ആളുകൾക്ക് ദാരിദ്ര്യം നൽകും. എന്തിന്? അവരെ മനസ്സിന്റെ സ്വസ്ഥതയും സ്വസ്ഥതക്കേടും നോക്കാൻ. നല്ല സ്വസ്ഥതയുള്ള മനസ്സാണോ, ആ ദാരിദ്ര്യം കൊണ്ട് അവരേറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന രംഗം ദുനിയാവിലുണ്ട്, ആഖിറത്തിലുമുണ്ട്. ദുനിയാവിൽ എപ്പോഴാണെന്നറിയോ? സ്വത്തിന്റെ ചെറിയ പേരിൽ കടിപിടി കൂടിയിട്ട് കുടുംബ കലഹം നടക്കുന്നത് കാണുമ്പോ, അയൽപക്കത്ത് ബന്ധവിച്ഛേദനം കാണുമ്പോ, സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നത് കാണുമ്പോ, നിസ്സാരമായ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ പടലപ്പിണക്കങ്ങൾ കാണുമ്പോ ഈ ദരിദ്രനായ മനുഷ്യൻ ചിന്തിക്കുന്നത് അൽഹംദുലില്ലാഹ്, പാകത്തിന് മാത്രം തന്നിട്ട് അല്ലാഹു എന്നെ സലാമത്താക്കി, എന്നെ രക്ഷപ്പെടുത്തി. ഏറെ തന്നിട്ട് അല്ലാഹു തആല എനിക്ക് അലച്ച തന്നില്ല. ദുനിയാവിന്റെ അതിമോഹം എനിക്ക് അല്ലാഹു തന്നില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടവനാണ്. ആഖിറത്തിലെത്തുമ്പോ പണക്കാര് കടക്കുന്നതിന്റെ മുമ്പ് സ്വർഗത്തില് 500 കൊല്ലം മുമ്പ് സാധുക്കൾ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരുമ്പോ അവിടെയും ആ ഫഖീറായ മനുഷ്യന് സന്തോഷമാണ്. കുറഞ്ഞ കണക്കുകളെ പറയാനുള്ളൂ. അല്ലാത്തവർക്ക് ലക്ഷങ്ങളുടെ കോടികളുടെ കണക്കുകൾ പറയാനുണ്ട്. കറക്റ്റ് കണക്ക് പറയാതെ അങ്ങോട്ട് പെട്ടെന്ന് എന്നാ പൊയ്ക്കോന്നും പറഞ്ഞ് ചിരിച്ചങ്ങ് വിടൂല. ശരിയായ കണക്കായ കറക്റ്റ് മുഴുവനും അങ്ങോട്ട് വരണം. ശരിക്കങ്ങ് സമ്മതിച്ച് ബോധ്യപ്പെടുത്തണം. അതിന് സാക്ഷികളും കാര്യങ്ങളും എഴുത്തും രേഖകളും ഒക്കെ വരും. ഒന്നും അറിഞ്ഞില്ലെന്നും മനസ്സിലായില്ലെന്നും ചിന്തിക്കാതെ വന്നതാണെന്നും പറയാനുള്ളൊരു പഴുതൊന്നും കിട്ടൂല. എല്ലാം കറക്റ്റായി അവിടെ ഹാജരാക്കപ്പെടും. അപ്പോൾ പിന്നെ കണക്ക് പറയുന്ന ആളുകൾ കുടുങ്ങാനാണ് അധികവും ചാൻസ് വരിക. അതേ സമയത്ത് തുച്ഛം കണക്കേ പറയാനുള്ളൂ എങ്കിൽ അതങ്ങ് പറഞ്ഞു തീർത്ത് കഴിയുമ്പോ പെട്ടെന്ന് സലാമത്താവുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതിൽ തൃപ്തിപ്പെട്ട് സന്തോഷിക്കാനുള്ള മനസ്സോടുകൂടെ അല്ലാഹുവിനുള്ള അനുസരണം കൂടുതലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര തണുപ്പുള്ള നാട്ടിൽ പോയാലും ചൂടുള്ള നാട്ടിൽ പോയാലും അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു നാട്ടിൽ പോയി കുട്ടിക്കൊടുക്കും നാട് കാണാൻ പോയതാ. ഒരു നാട്ടിൽ പോയി നോക്കുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ആണുങ്ങളും പെണ്ണുങ്ങളും ഔറത്ത് വെളിവാക്കി നടക്കുന്ന നാടാണ്. നമ്മളെന്താ ചെയ്യുക? നമ്മളും അതേപോലത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ടോ? അങ്ങനത്തെ നാട്. ആണുങ്ങളും പെണ്ണുങ്ങളും നടക്കണം. അങ്ങനെയാണ്. ആ നാട്ടുകാർക്ക് ഇപ്പോൾ ഒരു പുതുമല്ല. കാരണം അവിടെ എല്ലാവരും ആ രൂപത്തിലാണ് ജീവിക്കണം. അങ്ങനത്തെ നാട്ടിലാണ് പോയെത്തിയത്. ഇത് ഇസ്ലാമിക സിറ്റുവേഷനുള്ള നാട്ടിലാണെങ്കിൽ ഇതിന് മാറ്റം ഉണ്ടാകും. പുരുഷന്മാരാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ നമ്മുടെ നാട്ടിൽ കണ്ടില്ല ഇപ്പം ഏറ്റവും വൃത്തികെട്ട ഒരു വിഷയമായി വന്നിട്ടുണ്ട്. വീടുകളിലും കാണാം അങ്ങനെ. വീടുകളിൽ അന്യ സ്ത്രീകളൊക്കെ ഉണ്ട്, കെട്ടിച്ചുകൊണ്ടുവന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും അവിടെ ഉണ്ട് ഈ പുതിയാപ്പിളൻ്റെ അഞ്ചന് ചെറിയ പഴയ കാലത്തൊക്കെ ഒരു വിഭാഗത്തിന് യൂണിഫോം ആയിരുന്നു, ചെറിയ ട്രൗസർ ഇട്ടിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ. എത്ര മോശാന്നറിയോ? ഇത്ര ഒരു വൃത്തികെട്ട ഒരു സംസ്കാരം വേറെ. ചിലർ കാണാം ബൈക്ക് ഓടിച്ചു പോകുന്നത്, അങ്ങാടിയിലൊക്കെ കാണാം സാധനം വാങ്ങാൻ വേണ്ടി വന്നിട്ട്. തനിച്ച പാശ്ചാത്യ സ്വഭാവം ഇസ്ലാമിക സംസ്കാരത്തോട് ഒരിക്കലും ചേർത്തി വെക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു മുസ്ലിമിനൊരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ മോശപ്പെട്ട സ്വഭാവം. മടക്കി കുത്തന്നൊരു മോശമാണ്. നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നല്ല തൊപ്പിയും തലപ്പാവൊക്കെ ഉണ്ടാവും.
മേലെ നല്ല ഉഷാർ, അടി ഫുള്ള് കാലിയാണ്. അടിയിലും മടക്കട് കുത്തിയിട്ട് അക്കസാവായത്ത് വരെ എത്തിയിട്ടുണ്ടാവും. അതിൻ്റെ അങ്ങേയറ്റം വളരെ മോശപ്പെട്ട ഏർപ്പാടാണ്. ജോലി എടുക്കുന്ന ആളുകൾ ജോലിക്ക് വേണ്ടിയേ കുത്തും. അത് പിന്നെ അവരെ ചളി തെളിക്കാതിരിക്കാനും മറ്റൊക്കെയാണ്, ഒരു സുരക്ഷിതത്തിന് വേണ്ടി മുണ്ട് മുറുകി കെട്ടുക എന്നുള്ളതൊക്കെ ഉണ്ടാകും. അതിനിപ്പോൾ സംവിധാനം ഉണ്ടല്ലോ, അതിനൊക്കെ ധരിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ വേറെ തന്നെ ഇറങ്ങിയിട്ടില്ലേ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പണിക്ക് ധരിക്കാൻ പറ്റുന്ന രീതിയിൽ, ഞെരിയാണിക്ക് താഴെ പോകാത്ത രീതിയിൽ തന്നെ നല്ല വസ്ത്രങ്ങളുടെ വിപണിയിൽ അത് വാങ്ങിയാൽ മതിയല്ലോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനല്ലേ ഉള്ളൂ. മുണ്ട് മടക്കി കുത്തി അപ്പുറത്ത് അങ്ങേയറ്റം കാണിച്ചെങ്കിലേ പണിയാകൊള്ളുന്നുണ്ടോ? അതിനേക്കാളും മോശമാണ് വീട്ടിലൊക്കെ അന്യ സ്ത്രീകൾ മാത്രമല്ല, സ്വന്തം പെങ്ങന്മാർ ഉണ്ട്, ഉമ്മയുണ്ട്, അവരിടയിലേക്കൊക്കെ ഈ നിക്കർ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് വളരെ മോശപ്പെട്ട സ്വഭാവം. ഒരിക്കലും ഒരു കുടുംബങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണത്. ഇസ്ലാമിക സംസ്കാരത്തോട് ഒരു നിലക്കും ചേരാത്ത ഒന്നാണ്. ഇനിയിപ്പോൾ അതിന് ഏതെങ്കിലും ഒരു മസല പറയുന്ന ആളുണ്ടാകും, സംഗതി വലിയ കുലുമാൽ തന്നെ, ഏതെങ്കിലും അത് വലിയ പ്രശ്നമൊന്നുമല്ല, കാരണം അത് ഔറത്തല്ല എന്നോ അഭിപ്രായം ഉണ്ടല്ലോ, അങ്ങനെ പറയാൻ കുറേ ആൾക്കാർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പറഞ്ഞില്ലേ സ്വഹാബിയോട്, ഗത്തി ഫഖദക് ഫഇന്നഹു ഔറതുക്, കാലിൻ്റെ തൊടഭാഗം മറക്ക്, അത് ഔറത്താണ്. തൊടഭാഗം മറക്കാൻ അത് വെളിവാക്കിയ ഒരാളോട് പറഞ്ഞാണ് അത് മറക്ക്, അത് ഔറത്താണ്. മറക്കാനാ കൽപ്പിച്ചത്, വെളിവാക്കിടാനല്ല. മുട്ടുവരെയുള്ള ഭാഗങ്ങൾ മറക്കേണ്ടതാണ്. നിസ്കാരത്തിൽ മാത്രമല്ല, അങ്ങനെ ചില ആൾക്കാർ മനസ്സിലാക്കിയല്ലേ, നിസ്കാരത്തിൽ മാത്രമല്ല ഔറത്താണ്. അല്ലല്ല, എപ്പോഴും ഔറത്ത് തന്നെയാണ്. അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്, സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നാട്ടിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളവിടെ കാണിക്കേണ്ട ശൈലി, അല്ലാഹു തആല അനുസരിക്കാൻ പറഞ്ഞ ശൈലി ഏതാണോ ആ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നിങ്ങളൊരു കല്യാണ വീട്ടിലെത്തുന്നു എന്ന് കൂട്ടിക്കോളൂ. ഞാനൊരു ഉദാഹരണം പറയാണ്. ആ കല്യാണ വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള ഉമ്മമാര്, പെൺകുട്ടികൾ ആരും തലമറക്കാതെ ഒക്കെ തോളിലാ മറച്ചിരിക്കുന്നത്. നഊദുബില്ലാ, നിങ്ങളും അവരിലേക്ക് അങ്ങ് ചേർത്ത് പോയിട്ട് അള്ളാഹുവിൻ്റെ നിയമം കൈവച്ചിട്ട് തട്ടമെടുത്ത് മാറ്റിപ്പോകരുത്. അത് ജാഹിലിയത്തിന്റെ ശൈലിയാണ്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വിളിച്ചിട്ടാണ് അല്ലാഹു ആദ്യം ഈ നിർദ്ദേശം നൽകുന്നത്. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും അത് ബാധകമാണ്. നബി പത്നിമാരോട് അല്ലാഹു പഠിപ്പിച്ച അദബുകളുടെ കൂട്ടത്തിൽ ഒരു അദബാണ് വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. ആദ്യ അജ്ഞാതകാലത്തുള്ള സ്ത്രീകള് പൊതുസ്ഥലത്തേക്ക് രംഗപ്രവേശനം ചെയ്തതുപോലെ തല മറക്കാതെ, കഴുത്ത് മറക്കാതെ, കാത് മറക്കാതെ ഇറങ്ങി പുറപ്പെട്ടു പോകല്ല. ഒരിക്കലും ആ ശൈലി ശരിയല്ല. അള്ളാഹുവിന് അനുസരണമുള്ള ഉപ്പമാരാണോ, ഉമ്മമാരാണോ, അള്ളാഹുവിൻ്റെ ദീനിന്റെ ഹുക്മ അനുസരിക്കുന്നവരാണോ, നമ്മൾ യഥാർത്ഥ ഈമാനുള്ളവരാണോ, നമ്മുടെ മക്കളെ നോക്കിയാൽ അത് തിരിയണം, നമ്മുടെ ഭാര്യമാരെ നോക്കിയാൽ അത് തിരിയണം. പക്ഷേ ഇന്നത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. മെമ്പർഷിപ്പ് തുടക്കകാലം മുതൽ ഇന്ന് വരെയുള്ള ഒരാളെ മകള്, ആ മകള് മദ്രസയിലേക്ക് വരുമ്പോ കഴുത്ത് മറച്ചിട്ടുണ്ട്, തല മറച്ചിട്ടുണ്ട്, മക്കനെ നന്നായിട്ടിട്ടുണ്ട്, ഫുൾ കൈ ഡ്രസ്സുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആ പെണ്ണിനെ പോലെ ശരീരത്തിന്റെ ഭംഗി പ്രദർശിപ്പിക്കുന്നൊരു പെണ്ണ് ഈ നാട്ടില് വേറെ ഇല്ല. 8ാം ക്ലാസ് മദ്രസയിലേക്ക് വന്ന പ്രായപൂർത്തിയും പക്വതയും എത്തിയ പെണ്ണ്, അതേ മുസ്ലിം സുഹൃത്തെ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങി പോകുമ്പോ, ലൗകിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ പോകുമ്പോ ആ പെണ്ണിന്റെ കൈതണ്ട മറച്ചിട്ടില്ല, കഴുത്ത് മറച്ചിട്ടില്ല, കാത് മറച്ചിട്ടില്ല, തല മറച്ചിട്ടില്ല.
സുബ്ഹാനല്ലാഹ്, പകുതി മറക്കുന്ന സ്ത്രീകളുമുണ്ട്. ഈ സമൂഹത്തിന് വലിയൊരു അനുസരണക്കേടാണ് അവര്. പകുതി മാത്രം മറച്ചാ മതിയോ സഹോദരിമാരെ? പകുതി തലയുടെ മുടി കാണിച്ച് പകുതി ഇങ്ങോട്ടൊരു മക്കനയിടുന്ന സമ്പ്രദായം അത് ഇസ്ലാമിനന്യമാണ്. ഇസ്ലാമിന്റെ ശിരോവസ്ത്രമല്ല. ഇങ്ങനെ നമ്മുടെ പെൺകൊടിമാരും ഭാര്യമാരും മക്കളും ചേർന്നിട്ട് ഈ രൂപത്തിൽ തലക്ക് വസ്ത്രമിട്ട് നടന്നാല് നാളെ പിറ്റേന്ന് നമ്മുടെ കേരളത്തിൽ ഒരു ശിരോവസ്ത്ര നിരോധനം ആരെങ്കിലും കൊണ്ടുവന്നാല്, ഇന്ത്യ രാജ്യത്ത് മൊത്തം കൊണ്ടുവന്നാൽ നമ്മളെ പേടി എന്താണെന്നറിയോ? തൊട്ടടുത്ത ടൗണില് വണ്ടൂരിലും വാണിയമ്പലത്തൊക്കെ മുസ്ലിം സഹോദരിമാര് അവർക്ക് മുദ്രാവാക്യം വിളിച്ച് അവർക്ക് സന്തോഷവും അഭിവാദ്യവും പറയുമെന്നുള്ള പേടിയാണ്. ഉറപ്പായിട്ടുണ്ടാകും. അതല്ലേ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? വാദിന്റെ മജ്‌ലിസിലേക്ക് വരുമ്പോ മാത്രം ഒരു മക്കൻ അങ്ങനെ ഉണ്ടാവും ഇസ്ലാമില്. എന്താ എങ്ങണ്ടാ നിങ്ങള് കണ്ടാലും അങ്ങണ്ട. അപ്പൊ ഒരാൾക്ക് എന്താ വിഷമം എന്ന് വെച്ചാല്, കാര്യമായിട്ടുള്ള വിഷമം എന്താന്ന് വെച്ചാല്, നമ്മളെ കൂടെ വരുന്ന പെണ്ണെങ്ങാനും മക്കനിട്ട് വന്നാല് അയാളെ കൂട്ടുകാരെങ്ങാനും വഴിയിൽ നിന്നോ മറ്റോ ഇതാരാ പെങ്ങളാണോ ഉമ്മയെന്നോ ചോദിച്ചാലുള്ള വിഷമം ഈ മക്കനിട്ട് കാണുമ്പോഴേ. അപ്പൊ നല്ല തുടിപ്പും തൊങ്ങലൊക്കെ ഇട്ട് കാണുമ്പോ ഇത് വൈഫാ, അത്യാവശ്യം തിരക്കിടില്ലാത്ത വൈഫാണല്ലോ എന്ന് പറഞ്ഞാൽ ആൾക്ക് റാഹത്തായി. അത് പറയണോ? അല്ല തിരിച്ചെങ്ങാനത് പെങ്ങളോ ഉമ്മയെന്ന് ചോദിച്ചാല് സംഗതി നല്ല വയസ്സ് തോന്നിക്കുന്നുണ്ടല്ലേ, അതിപ്പോ ഈ തുണി കുപ്പായിട്ടിട്ടാണ്, ഇനി മേലാൽ ഇത് വേണ്ട. ഏത് ഈ മക്കനെ വേണ്ട, ഈ മക്കനെ വേണ്ട, ഈ ഒരു വസ്ത്രം ശരിയാവില്ല. കുറച്ചൊക്കെ ഒരു ഫിറ്റായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുന്നും പിന്നൊക്കെ ഒന്ന് കറക്റ്റായി കാണിക്കാൻ പറ്റുന്ന രീതിയിൽ, എവിടെങ്കിലൊക്കെ ഒന്ന് കാറ്റടിച്ചാൽ ചെറിയ രൂപത്തിലൊക്കെ ഒന്ന് കാണാനും പറ്റുന്ന രീതിയിലായാല് കുറച്ചൊക്കെ ആശ്വാസമല്ലേ? കാറ്റും കൊള്ളണ്ടേ? നഊദു ബില്ലാഹി മിൻ ദാലിക്. നമ്മൾ അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ പറയട്ടെ, അള്ളാഹുവിന്റെ നിയമം അനുസരിക്കണം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈൻ. ഓ നബിയേ, അങ്ങ് അവിടുത്തെ പത്നിമാരോട് കൽപ്പിക്കണം, പെൺകുട്ടികളോടും കൽപ്പിക്കണം, ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സഹോദരിമാരോടും കൽപ്പിക്കണം, തട്ടമിട്ടിട്ട് തട്ടത്തിന്റെ മേലെ ഒരു ജിൽബാബ് ഇട്ടിട്ട് ആ ജിൽബാബ് മുകളിലേക്ക് വലിച്ചിടാതെ തായോട്ട് മാറിന്റെ ഭാഗത്തേക്ക് വലിച്ചിടണം. എന്തിന്? ശരീരത്തിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾക്ക് കൂടുതൽ മറയാകാനാണ്. തട്ടമിങ്ങനെ കറക്കി കെട്ടിയിട്ട് കഴുത്ത് കാണിക്കുന്ന ഒരു സ്വഭാവം അത് ഇസ്ലാമിന്റെ വേഷമല്ല. മക്കനെ ഇങ്ങനെ ഉണ്ടയാക്കി കെട്ടിയിട്ട് ഒരു കൂനയാക്കി വെച്ചിട്ട് കഴുത്ത് കാണിക്കുന്ന ഒരു വസ്ത്രരീതി അല്ലാഹു കൽപ്പിച്ച വസ്ത്രരീതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ജിൽബാബുകൾ തായോട്ടിടട്ടെ. അപ്പോ അല്ലാഹു തആല പറയുന്നു, അവർ നല്ലവരാണെന്ന് തിരിച്ചറിയാൻ, മറ്റുള്ള പൂവാലന്മാരൊന്നും ശല്യം ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ല വസ്ത്രധാരണ ശൈലി അതാണ്. നിങ്ങൾ നോക്ക്, ശരീരത്തിന്റെ ഭംഗി കണ്ടിട്ട് ആരെല്ലാം വന്ന് ഫോട്ടോ എടുക്കുന്നു. പിന്നെ ആ ഫോട്ടോയിലുള്ള ആളെ കമ്പ്യൂട്ടർ മുഖേന നോക്കിയിട്ട് നമ്പർ തപ്പിയെടുക്കുന്നു. പിന്നെ അവരോട് ചാറ്റിംഗ് നടത്തുന്നു. കുടുംബങ്ങൾ ആരും അറിയാതെ എങ്ങനെ സംഭവിച്ചു? ഒരിക്കൽ ഒരു കല്യാണത്തിന് പോയതാണ്, ഒരു സൽക്കാരത്തിന് പോയതാണ്, ഫോട്ടോ ഫിനിഷിംഗിൽ കുടുങ്ങിയതാണ്. ആ ഫോട്ടോ വെച്ചിട്ട് ആളെ തപ്പിയെടുത്തിട്ട് പിന്നെ ദിനേന ചാറ്റിംഗ്
കൊണ്ടാണ്, അള്ളാഹു പറഞ്ഞ നിയമം കേൾക്കാത്തത് കൊണ്ടാണ്. റബ്ബ് പറഞ്ഞില്ലേ നല്ലവരാണെന്ന് തിരിച്ചറിയപ്പെടാൻ ഏറ്റവും നല്ലൊരു അടയാളമാണ്. മക്കന ധരിച്ച് നടക്കണം, നല്ല കട്ടിയുള്ള മുഖമക്കന ധരിച്ച് നടക്കണം, തട്ടമിട്ട് നടക്കണം, മുടിയൊന്നും വെളിവാക്കാൻ പാടില്ല, അത് പരിശുദ്ധിയുടെ കുറവാണ്. മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ, സഹോദരിമാരെ, നമ്മൾ ഖുർആൻ ഓതുമ്പോ, വീട്ടിൽ വെച്ചിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോ, നിസ്കരിക്കുമ്പോ, നല്ല നല്ല മജ്‌ലിസുകളിൽ സംബന്ധിക്കുമ്പോ നല്ലോണം തലമറച്ചിരിക്കണമെന്ന് പറയാനുള്ള കാരണം റഹ്മത്തിന്റെ മലക്കുകൾ ധാരാളം ഇറങ്ങുന്ന സദസ്സുകളാണത്. അവര് തലമുടി വെളിവായാലോ അങ്ങോട്ട് വന്നു ചേരൂല. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോട് എൻ്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ട്. നബിയെ പേടിക്കേണ്ടതില്ല, അത് അള്ളാഹുവിന്റെ മലക്ക് തന്നെയാണ്, തങ്ങൾക്ക് വഹി അറിയിക്കാൻ വരുന്നതല്ലേ, ഒട്ടും തങ്ങൾ പേടിക്കേണ്ടതില്ല. അത് യഥാർത്ഥത്തിൽ ഒരു മലക്കാണോ അല്ലേ എന്ന് ഞാനൊന്ന് പരിശോധിക്കാം. ഇനി ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ തങ്ങൾ എന്നോടൊന്ന് അറിയിക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാം ഇതാ ഖദീജ ബീവി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ എൻ്റെ മടിത്തട്ടിൽ ഒന്ന് ഇരിക്കൂ. മടിയുടെ ഒരു ഭാഗത്ത് വലത്തെ കാലിന്റെ ഭാഗത്തേക്ക് ഇരുത്തി നല്ല മുടിയൊക്കെ മറച്ചിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. മലക്കിനെ കാണുന്നുണ്ടോ? നബിയെ കാണുന്നുണ്ട്. ഇടത്തെ ഭാഗത്തേക്ക് ഇരുത്തി ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. കാണുന്നുണ്ട്. മുൻഭാഗത്തേക്കൊന്ന് ഇരുത്തിയിട്ട് അല്പം തലയിൽ നിന്ന് തട്ടമങ്ങ് നീക്കിയിട്ട് ചോദിച്ചു, ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നില്ല. എന്നാൽ അത് മലക്ക് തന്നെയാണ്, അത് ശൈത്വാനല്ല, ജിന്ന് അല്ലേ? അല്ല. കാരണം മലക്കിന് വേണ്ടത് പരിശുദ്ധിയാണ്. മലക്കിന് വേണ്ടത് പൂർണ്ണമായി അള്ളാഹുവിനെ അംഗീകരിക്കുന്ന നിയമമാണ്. ആ നിയമത്തിന് എതിരാകുമ്പോ പരിശുദ്ധി കുറയും. അവിടെ റഹ്മത്തിന്റെ മലക്കുകളോ അള്ളാഹുവിന്റെ പ്രത്യേക ദൂതന്മാരോ വന്നു ചേർന്നു പോകൂല. അതുകൊണ്ടാണ് മയ്യത്തിന്റെ അടുത്തുനിന്ന് ജനാപത്തുകാരായ ആണും പെണ്ണും ഒക്കെ മാറി നിൽക്കണമെന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജനാസന്റെ അടുത്ത് നിന്ന് മറ്റു ആളുകളൊക്കെ മാറി നിൽക്കണമെന്ന് പറയാനുള്ള കാരണം അതൊരു വിഭാഗീയത കൊണ്ടല്ല, ദീനിന്റെ നിയമം അങ്ങനെയാണ്. അല്ലെ പിന്നെ ജനാപത്തുകാരുടെ വിഭാഗീയത എന്ന് പറയില്ലേ, ദീനിന്റെ നിയമം അങ്ങനെയാണ്, മാറി നിൽക്കണം. അവിടെ നല്ല ശുദ്ധിയുള്ള മൂമിനീങ്ങൾ മൂമിനാത്തുകളാണ് അവിടെ വേണ്ടത്, അല്ലാത്തവർ മാറി നിൽക്കണം. റഹ്മത്തിന്റെ മലക്കുകൾ വരുന്ന ആൾക്കാരുടെ ആധിക്യം കൊണ്ടും അവിടെ ഓതുന്ന നല്ല ഓത്തിൻ്റെയും മറ്റുമൊക്കെ കാരണം കൊണ്ടും ഒരുപാട് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നൊരു മജ്‌ലിസാണ് ഒരു മൂമിനായ മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുന്ന സദസ്സ്. അതൊരു സാധാരണ സദസ്സല്ല. അവിടെ പരിശുദ്ധിക്കെതിരായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അള്ളാഹുവിനനുസരിക്കുന്നതിൽ വിഘ്നം വരുത്തരുത്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ അള്ളാഹുവിനനുസരിക്കുന്നവരാകണം. വെറും ഒരു നിസ്കാരം നോമ്പും മാത്രം നിയമങ്ങൾ അനുസരിക്കുക, അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾ അനുസരിക്കുക. അതിനാണ് മുത്തഖി എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. ഇവിടെ കണ്ടെങ്കിൽ എന്തെല്ലാം നിയമം അനുസരിക്കും. ചെറിയ പേടിയുണ്ടല്ലേ, ചെറിയ ഒരു പേടിയുണ്ടല്ലേ ദുന്യാവിൽ എന്തെല്ലാം നിയമം അനുസരിക്കും. ഒരു വാഹനം ഓടിക്കുന്ന ആള്, അയാളെങ്ങാനും ഒരു ചെറിയ റിപ്പോർട്ട് കിട്ടി, നല്ല ചെക്കിങ് നടക്കുന്നുണ്ടോ, നിങ്ങളെങ്ങോട്ടാ പോകുന്നത്? ഞാൻ ആ ഭാഗത്തേക്കാണ് പോകുന്നത്, തെക്കോട്ടാ പോകുന്നത്. ആ അങ്ങോട്ടാ, നല്ല ചെക്കിങ്ങാണ്, എല്ലാവരും നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ കടലാസ് മുഴുവൻ എടുത്തു നോക്കും. പടച്ചോനെ, ഒരു പുക പരിശോധിച്ച പേപ്പറില്ല. എത്രയാ കൊടുക്കേണ്ടി വരുമെന്നറിയില്ല, നിയമത്തിൽപ്പെട്ട ഒന്നാണല്ലോ. അയാൾ പരിസരത്ത് മുഴുവനും പോകുന്ന ഭാഗത്തൊക്കെ നോക്കും, പുക പരിശോധന കേന്ദ്രം എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. മൊബൈലും അടിച്ചു നോക്കും, പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഒന്ന് അങ്ങോട്ട് എത്തിപ്പെടാൻ. കാരണം ഇത് എടുത്തിരാന്നുള്ള നിലയ്ക്ക് വരുന്ന ശിക്ഷ പക്ഷേ വലിയ ഫൈനായിരിക്കും. അതുകൊണ്ട് അതൊക്കെ കൂടി കൊടുക്കാൻ കയ്യിലുണ്ടാകില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പെട്രോളോ ഡീസലൊക്കെ അടിക്കാനുള്ള പൈസ ഉണ്ടാകുള്ളൂ, വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിനുള്ളതായിരിക്കും. അപ്പം ആ ഒരു പേടി കൊണ്ട് ആ ഒരു നിയമം റെഡിയാക്കി എത്ര പെട്ടെന്ന് പോകും. സുബ്ഹാനല്ലാഹ്, എങ്ങാനും ഒന്ന് ഹെൽമറ്റ് ധരിക്കാത്ത ആളാണെങ്കിൽ എത്ര മണിക്കൂറാണ് അയാൾ വെയിറ്റ് ചെയ്യുന്നത്. നല്ല ഫൈൻ ചുമത്തുമെന്ന് കരുതിയിട്ട്
ഓ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമം പരിഗണിക്കാതിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചുമത്തുന്ന ഫൈന് എത്രമാത്രം വലിയ ഫൈനാണ് ആഖിറത്തിൽ. അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ജീവിച്ച മുത്തഖീങ്ങൾക്ക്, സ്വാലിഹീങ്ങൾക്ക് എത്ര വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണല്ലോ ആഖിറത്തിലെ വിജയം മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല പറഞ്ഞത് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അന്തിമ വിജയമാണ്. എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് സന്തോഷമാണ്. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാണ്. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. വയഖ്ശല്ലാഹ വയത്തഖിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ അള്ളാഹനെ നന്നായി പേടിച്ച് ജീവിക്കണം. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ അള്ളാഹനെ നല്ലോണം സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹുവാണ് വിലക്കിയത്, നാട്ടിലാരുമല്ല. അങ്ങനെ സൂക്ഷ്മതയോടെ അനുസരിച്ച് ജീവിച്ച ആളുകൾ ഫൗലായിക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിച്ചവരെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആ വിജയികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അനുസരണമാണ് മഹബത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം, അടയാളം. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് നമ്മൾ പറയാറില്ലേ പലപ്പോഴും, ഇത് കുന്താലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അതാക മിൻ ഖുദ്റത്തിൻ മാശിത മിൻ മുസ്തതാഅ്. ഓ ശൈഖ് ജീലാനി തങ്ങളെ, നിങ്ങൾ ഖാദിറും മുഖ്താറുമായ അള്ളാഹുവിന് പൂർണ്ണമായും അനുസരിച്ച നല്ല അടിമയായി മാറിയപ്പോ, നല്ലോണം അനുസരിച്ചൊരടിമയായി മാറിയപ്പോ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ തന്ന് ബഹുമാനിച്ചു. നിങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തന്നു. നിങ്ങൾ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങൾ പോലെ അള്ളാഹു തആല ബഹുമാനങ്ങൾ തന്നു. പോരാ, നിങ്ങളിൽ മാത്രമല്ല മറ്റുള്ളവരോട് നിങ്ങൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ വരെ അള്ളാഹു നടപ്പിലാക്കി തന്നു. എന്താ കാരണം? ആ മഹബത്തിന്റെ അടയാളമാകുന്ന അനുസരണം യഥാവിധി നിങ്ങളിൽ നിന്നുണ്ടായി. നല്ലോണം അള്ളാഹുവിനെ അനുസരിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഹറാമാണെന്ന് പറയാനും പ്രഖ്യാപിക്കാനും പറഞ്ഞിട്ടാണ് ഹറാമാക്കിയത്. അതിലപ്പുറം വേറൊന്നും ചിന്തിക്കാനില്ല. തങ്ങൾ അവിടെ നിന്നൊരു കാര്യം സുന്നത്തായി പ്രഖ്യാപിച്ചു, പഠിപ്പിച്ചു. സ്വഹാബത്ത് ആ തങ്ങളിൽ നിന്നുള്ള ജീവിതത്തിൽ നിന്ന് പഠിച്ചു. ആ കാര്യവും അനുസരിക്കേണ്ടത് തന്നെയാണ്, തിരുത്തേണ്ടവരല്ല. അങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്. സഹോദരന്മാരെ, അങ്ങനെ അനുസരിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ. അതൊന്നും ചോദ്യം ചെയ്യാതെ, അതൊന്നും നുള്ളിപ്പറിച്ച് ഒഴിവാക്കാതെ പൂർണ്ണാർത്ഥത്തിൽ അനുസരിക്കാനുള്ള ഈമാന് അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. നിങ്ങൾ കണ്ടില്ലേ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ പൂർവീകരായ ആളുകൾ നല്ല സ്വഭാവങ്ങൾ ശീലിച്ചപ്പോ അവരെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല അവർ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തു. മഹാന്മാരുദ്ധരിക്കുന്നൊരു സംഭവം കാണാം. ബനു ഇസ്രായേലിൽ ജീവിച്ചൊരു ചെറുപ്പക്കാരൻ കഠിനമായ രോഗത്തിൽപ്പെട്ടു. രോഗം പല രൂപത്തിൽ ചികിത്സിച്ചിട്ടും മാറുന്നില്ല. അവസാനം ചികിത്സയുടെ ഒരു മാർഗമായിട്ട് ആ ചെറുപ്പക്കാരന്റെ ഉമ്മ ഒരു നേർച്ച വെച്ചു. ഇൻ ആഫാഹുല്ലാഹു മിൻ മറളിഹി, ഈ ചെറുപ്പക്കാരന്റെ രോഗം അല്ലാഹു സുഖമാക്കി കൊടുത്താൽ ലതഖ്റുജുന്ന മിനദ് ദുനിയാ സബഅത അയ്യാം. ചെറിയ നേർച്ചയൊന്നുമല്ല. ദുന്യാവിൽ നിന്ന് ആ സഹോദരി 7 ദിവസം മാറി നിൽക്കും, മറഞ്ഞു നിൽക്കും. ദുന്യാവുന്ന ഒരാൾ മറിഞ്ഞിക്കലെങ്ങനെ? അയാൾ മരിച്ചിട്ട് കബർ പോകുമ്പോഴല്ലേ ദുന്യാവ് വിട്ടുപോയി എന്ന് പറയും. അങ്ങനെ നേർച്ചയാക്കിയത്. ദുന്യാവ് എന്നാണ് പോകും 7 ദിവസം. അതിന് സെറ്റപ്പായി നല്ല കബറൊക്കെ കുഴിച്ചു വെച്ചു. കബറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ജീവനോട് പോകാൻ. നേർച്ച എങ്ങനത്തെ നേർച്ച? വലിയ നേർച്ചക്കാക്കിയ ബുദ്ധിമുട്ടാണല്ലോ നമുക്കല്ലേ. പാകത്തിലുള്ള നേർച്ചയാക്കിയത്. നേർച്ചയാക്കുന്നൊരു ഇബാദത്ത് തന്നെയാണ്. ഖുർആൻ പഠിപ്പിച്ച ഇബാദത്തിന് നേർച്ചയാക്കിയാൽ പോരാ, നേർച്ച പൂർത്തിയാക്കി വിട്ടണം. ഏതെല്ലാം നേർച്ചകൾ ചെയ്തിട്ടുള്ളതൊക്കെ പൂർത്തിയാക്കി വിട്ടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. പൂർത്തിയാക്കി വിട്ടണം. യൂഫൂന ബിൻ നദുർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. മുഅ്മിനീങ്ങൾ നേർച്ചയാക്കുമെന്നല്ല, നേർച്ച പൂർത്തിയാക്കി വിട്ടു. അത് അള്ളാഹുവിലുള്ള പേടി കൊണ്ടാണ് ആ നേർച്ചയൊക്കെ പൂർത്തിയാക്കുന്നത്. അള്ളാഹു തആല നേർച്ച പൂർത്തിയാക്കി വിട്ടണമെന്നല്ലേ പറഞ്ഞു.
അള്ളാഹനെ വിചാരിച്ചില്ല ഒരു കാര്യം പറഞ്ഞത്, ഇത് മറച്ചേക്കാൻ പാടില്ലല്ലോ. ഈ ചെറുപ്പക്കാരന് രോഗം അള്ളാഹു മാറ്റിത്തന്നാൽ 7 ദിവസം ദുന്യാവ് അങ്ങ് പുറത്തു പോകും എന്ന് നേർച്ചയാക്കി. സുബ്ഹാനല്ലാഹ്, ആ നേർച്ച വീട്ടിയിട്ടില്ല. അങ്ങനെ അതാ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അസുഖമൊക്കെ മാറി. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഈ പെണ്ണിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരശരീരി കേട്ടു, പെണ്ണേ അസുഖം അല്ലാഹു മാറ്റി തന്നില്ലേ, അതുകൊണ്ട് നേർച്ച പൂർത്തിയാക്കി വിട്ടു. നേരം വെളുത്തപ്പോൾ തൻ്റെ മകനെ വിളിച്ചിട്ട് സംഭവം പറഞ്ഞു. കുഴിച്ചു വെച്ച ഖബറിലേക്ക് ആ സഹോദരി പോവുകയാണ്. ഞാൻ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങിയാൽ മേലെ എൻ്റെ മേലെ വെച്ചിട്ട്, മേലെ പ്രത്യേകമായി മറക്കുന്ന മറ വെച്ചിട്ട് മണ്ണിട്ടിട്ട് മൂടാനാണ് കൽപ്പന. നേർച്ച അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത്, അങ്ങനെ നടത്തണം. അതേ, ഖബറിലേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങിയാൽ നീ അങ്ങനെ ചെയ്യണമെന്ന് രോഗം മാറി കിട്ടിയ ചെറുപ്പക്കാരനോട് മകനോട് പറഞ്ഞു. മകൻ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ആ ഉമ്മ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങിയപ്പോൾ, ഖബറിൽ അങ്ങ് ഇറങ്ങിയിരുന്നപ്പോഴേക്ക് മോൾ ഭാഗം അങ്ങ് മൂടിക്കളഞ്ഞു. നല്ല മരം വെച്ചിട്ടതിൻ്റെ മേലെ മണ്ണിട്ട് ഭദ്രമാക്കി മൂടി. മണ്ണൊക്കെ വാരിയിടുന്ന സമയത്ത് ഉമ്മാക്ക് വേണ്ടിയിട്ട് മകൻ പറയുന്നു, അല്ലാഹുവേ, എൻ്റെ ഉമ്മ നിനക്കുള്ള നേർച്ച പൂർത്തിയാക്കാനാണ് ഒരാഴ്ചക്കാലം ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്. ഉമ്മാനെ നീ കാത്തു സൂക്ഷിക്കണേ അല്ലാ. മണ്ണിട്ട് മൂടിയ സമയത്ത് ആ സഹോദരി പറയാണ്, തലയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു പ്രകാശം കണ്ടു. തലഭാഗത്തു നിന്ന് നല്ലൊരു പ്രകാശം കണ്ടു. അതേ, ഒരു വിശാലമായ മാളവും കണ്ടു. ആ മാളത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോ ആ മാളത്തിൽ അതാ നല്ലൊരു തോട്ടം കാണുന്നു. ആ തോട്ടത്തിൽ 2 സഹോദരിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു. ആ സഹോദരിമാരെ വിളിക്കുന്നു. അപ്പോൾ ആ തോട്ടത്തിലുള്ള 2 സഹോദരിമാര് പറഞ്ഞു, നിങ്ങൾ കാണുന്ന മാളത്തിലൂടെ ഇങ്ങ് വരൂ, ഞങ്ങളെ തോട്ടത്തിലേക്ക്, നമുക്ക് സംസാരിക്കാമല്ലോ. ഈ ഉമ്മ ഖബറിന്റെ തലഭാഗത്ത് കണ്ട മാളത്തിലൂടെ അള്ളാഹു കാണിച്ചു കൊടുത്ത തോട്ടത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുന്നു. 2 സഹോദരിമാര് അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ചുറ്റുഭാഗത്തും നല്ല വൃത്തിയുള്ള വെള്ളത്തിന്റെ ഒരു ടാങ്കുണ്ട്. കുടിക്കാൻ നല്ല സന്തോഷമുള്ള വെള്ളമാണ്. അവരുടെ അടുത്തിരുന്നു, സലാം പറഞ്ഞു. പക്ഷെ അവര് സലാം മടക്കിയില്ല. സലാം മടക്കാത്തപ്പോ ഈ സഹോദരി ചോദിച്ചു, എന്താ സലാം മടക്കാത്തത്? നിങ്ങൾക്ക് സലാം മടക്കാൻ സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ. പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് സലാം പറഞ്ഞെങ്കിലും സലാം മടക്കുക എന്നത് ഒരു അനുസരണമാണ്. ഞങ്ങൾ യഥാർത്ഥ മരണമൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നവരാണ്. ഇനി ഞങ്ങൾക്ക് ഈ രൂപത്തിൽ നിങ്ങൾ വന്നിട്ടൊരു സലാം പറഞ്ഞാൽ പ്രത്യേകം മടക്കിയോളണമെന്ന് ഞങ്ങൾക്ക് കൽപ്പനയില്ല. അതുകൊണ്ട് നിങ്ങൾ മരിക്കാതെയല്ലേ ഇങ്ങോട്ട് വന്നത്. മരിച്ച് ഇങ്ങോട്ട് വരുന്ന ആളുകൾ സലാം പറയാറുണ്ട്. ആ സലാം ഞങ്ങൾ മടക്കാറുമുണ്ട്. അങ്ങനെ ഞാൻ ആ സഹോദരിമാരുടെ അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോ ഒരു പക്ഷി 2 സഹോദരന്മാരിൽ ഒരാളെ തലഭാഗത്ത് വന്നിരുന്നു. ആ പക്ഷി അതിൻ്റെ ചിറക് കൊണ്ടങ്ങനെ വീശി. വേറെ ഒരു പക്ഷി മറ്റേ ഒരു സഹോദരിയുടെ തലയിൽ വന്നുകൊണ്ട് കൊത്തുന്ന രൂപ കണ്ടത്. ഒരു സഹോദരിയുടെ തലയിൽ വന്നിരുന്നൊരു പക്ഷി അങ്ങനെ വീഴ്ചയപ്പോൾ നല്ല കാറ്റ് കിട്ടി. മറ്റേ സഹോദരിയുടെ തലയിൽ വന്നിട്ട് അതിൻ്റെ കൊക്കുകൊണ്ട് കൊത്തുകയാണ്. അപ്പൊ ഈ സഹോദരി ചോദിച്ചു, ഈ ഉമ്മ ചോദിച്ചു, അല്ല, നിങ്ങളെ തലയിൽ വന്നിരുന്ന പക്ഷി നല്ല കാറ്റടിച്ച് വീശിയിട്ട് എനിക്കും കൂടി നല്ല സന്തോഷം കിട്ടി. അതേ സമയത്ത് മറ്റേ സഹോദരിയുടെ തലയിൽ വന്നിരുന്ന പക്ഷി തലയിൽ കൊത്തുകയാണല്ലോ ചെയ്യുന്നത്. അതെന്താ സംഗതി? അപ്പൊ കാറ്റടിച്ച് വീശി, പക്ഷി വന്ന് കാറ്റടിച്ച് വീശിയ പെണ്ണ് പറഞ്ഞു, കാനലി ഫീദാരി ദുനിയാ സൗജുൻ, എനിക്ക് ഭൗതിക ലോകത്തൊരു ഭർത്താവുണ്ടായിരുന്നു. വകുന്തു മുത്തിയതൻ ലഹു, ഞാൻ ആ ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ച പെണ്ണാണ്. ദുനിയാവിൽ നിന്ന് ഞാൻ ഖബറിലേക്ക് പുറപ്പെടുമ്പോൾ മരിച്ച് ഞാൻ വരുന്ന സമയത്ത് വഹുവ അന്നീ റാദ്, എൻ്റെ ഭർത്താവ് എന്നെ തൊട്ട് തൃപ്തിയുള്ളവനാണ്. അതുകൊണ്ട് അല്ലാഹു ഈ ബഹുമാനം തന്ന് എന്നെ ബഹുമാനിച്ചു.
മറ്റേ പെങ്ങളോട് ചോദിച്ചു, മറ്റേ സഹോദരിയോട്, നിങ്ങൾക്കെന്താണ് ഈ ശിക്ഷ ലഭിക്കാനുള്ള കാരണം? നിങ്ങളെ തലയിൽ വന്ന പക്ഷി നിങ്ങളെ തലയുടെ മേലെ കൊത്തുന്നതാണല്ലോ കണ്ടത്, അടിച്ചു വീശിയിട്ട് കാറ്റ് തരുന്നതല്ലല്ലോ കണ്ടത്. ആ പെണ്ണ് പറഞ്ഞു, ഞാനൊരു സ്വാലിഹായ പെണ്ണായിരുന്നു, നല്ല നിലക്ക് ജീവിച്ചിരുന്ന പെണ്ണാണ്, എനിക്കൊരു ഭർത്താവുണ്ട്. വകുന്തു ആസിയതൻ ലഹു, ഞാൻ ആ ഭർത്താവിന് ധിക്കരിച്ച് ജീവിച്ച പെണ്ണായിരുന്നു. ദുനിയാവിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വഹുവ സാഖിതുൻ അലയ്യ, ഭർത്താവ് എന്നോട് കോപിതനാണ്. ആദ്യത്തെ പെണ്ണ് പിരിഞ്ഞു പോകുമ്പോ ഭർത്താവ് പൂർണ്ണ തൃപ്തിയിലാണ്. എനിക്കൊരുപാട് ജീവിതത്തിൽ നന്മ തന്ന പെണ്ണാണ്, നല്ല മക്കളെ തന്നു, നല്ല അനുസരണം തന്നു, നല്ല രൂപത്തിൽ എൻ്റെ സ്വത്ത് സംരക്ഷിച്ചു, എൻ്റെ അസാന്നിധ്യത്തിലും ജീവിതം നല്ലോണം സൂക്ഷിച്ചു, ഒരുപാട് അനുസരണത്തിന്റെ അടയാളങ്ങൾ പറയുന്നു. രണ്ടാമത്തെ പെണ്ണിനെ സംബന്ധിച്ച് സ്വാലിഹത്തായ പെണ്ണാണെങ്കിലും ഭർത്താവിന് അനുസരണക്കേട് കാണിച്ച പെണ്ണാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് ഞാൻ പറയുന്ന സമയത്ത് ഭർത്താവ് എന്തു ചെയ്താലും ഭാര്യ അനുസരിക്കുക എന്നത് ഇസ്ലാമിന്റെ തിയറിയല്ല. അള്ളാഹു കൽപ്പിച്ചതിനെതിരാണോ ഭർത്താവ് ചെയ്യുന്നത്, അത് പറയാനും തിരുത്താനും ഭാര്യയ്ക്ക് അധികാരമുണ്ട്. ചിലര് പറയും, ഞാൻ അങ്ങോട്ട് പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി, എൻ്റെ ചെലവിലാ നീ കഴിയുന്നത്, ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും നീ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനല്ല. അനുസരണക്കേടാണ് ഭർത്താവിൽ നിന്ന് കാണുന്നത്, അയാളിൽ നിന്ന് കാണുന്ന ഒരു തിന്മയായ പ്രവർത്തനമാണ്. അത് പറയാനും തിരുത്താനും ധാർമ്മികമായ സ്നേഹപരമായ ഒരു അവകാശം ഇണയായി ജീവിക്കുന്ന ഭാര്യക്കുണ്ട്. തെറ്റൊന്നുമല്ലത്. ഉപദേശം എന്നാൽ നമ്മൾ സ്വീകരിച്ച് നന്നാകാൻ വേണ്ടത്, മോശമൊന്നും പറയാൻ പാടില്ല, അനുസരിക്കുകയാണ് വേണ്ടത്. തിരുത്തിയാൽ ആ തിരുത്തൽ സ്വീകരിക്കണം. അതേപോലെ തന്നെ തിരിച്ചു, രണ്ട് രൂപത്തിലും അങ്ങനെ തന്നെ. ജീവിതത്തിൻ്റെ സഹായമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ പോരുമ്പോൾ, സ്വാലിഹത്തായ പെണ്ണാണ് ഞാൻ, പോരുമ്പോൾ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടത്, പക്ഷി വന്നിട്ട് തലയിൽ വന്ന് കൊത്തുന്നത് കണ്ടില്ലേ, എനിക്ക് അല്ലാഹു ഇങ്ങനത്തെ ഒരു ശിക്ഷ തന്നതെന്ന്. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരാവശ്യം പറയണം, അതിനാ വിളിച്ചു വരുത്തിയേ. നിങ്ങൾ മരിച്ചു വന്നതല്ലല്ലോ, 7 ദിവസം കഴിഞ്ഞ് അഞ്ഞും പുറത്തേക്ക് തന്നെ പോകൂലേ, നിങ്ങളൊരു നേർച്ച ചെയ്ത് വന്നതല്ലേ, ആ നേർച്ചനെ പറ്റിയൊക്കെ ഇവർക്ക് ഓർമ്മയുണ്ട്. നേർച്ച ചെയ്ത് വന്നതല്ലേ, അതെ നേർച്ച ചെയ്ത് വന്നാണ്. നേർച്ച പൂർത്തിയായാൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ കാര്യമൊന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി പറയണം. എൻ്റെ ഭർത്താവിൻ്റെ തൃപ്തി എനിക്ക് കിട്ടിയാൽ എനിക്കിവിടെ സുഖമായി കിടക്കാം. അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞതാണ് സഹോദരങ്ങളെ. ഇണകളോടുള്ള അനുസരണം, ഭാര്യയോട് ഭർത്താവിനെയും ഭർത്താവിനോട് ഭാര്യയെയും നല്ല കാര്യങ്ങളിലൊക്കെ അനുസരിക്കാനും ശീലിക്കാനും അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. ആ അനുസരണം അള്ളാഹുവിനോടുള്ള അനുസരണത്തിന്റെ ഭാഗം തന്നെയാണ്. മാതാപിതാക്കളെ അനുസരിക്കും പോലെ തന്നെയാണത്. അള്ളാഹു അതിന് വലിയ കൂലി ദുനിയാവിലും ആഖിറത്തിലും തരും. അത് വെറുതെ ആ ഒരു അമലായി മാറൂല എന്നതിന്റെ തെളിവ് കൂടിയാണ് മഹാന്മാർ ഉദ്ധരിക്കുന്ന ഈ ചരിത്രം. 7 ദിവസം കഴിഞ്ഞപ്പോ സംസാരം ഇങ്ങനെ നീണ്ടുപോയിട്ട് ദിവസം പോയതറിഞ്ഞില്ല. ആ 2 പെണ്ണുങ്ങളും പറഞ്ഞു, നിങ്ങൾ നേരത്തെ കണ്ട മാളത്തിലൂടെ നിങ്ങളെ ഖബറിലേക്ക് പോയിക്കോളൂ. നിങ്ങളെ മകൻ ഖബറിന്റെ പുറത്ത് വന്ന് മണ്ണ് നീക്കി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ ഏതാ മണ്ണിന്റെ അടിയിലിട്ട മരങ്ങളൊക്കെ നീക്കി ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് മകൻ ഖബറിൽ നിന്ന് ഉമ്മാനെ കൊണ്ടുപോകുന്നു. ഉമ്മ മരിച്ച് ഖബറിൽ ചെന്നതല്ല, നേർച്ച വീട്ടാൻ വേണ്ടി ചെന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഖബറിൽ നിന്ന് ഉമ്മാനെ പുറത്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. നാട്ടിലാകെ ഈ വാർത്ത പരന്നു. ഈ രൂപത്തിൽ നേർച്ച പൂർത്തിയാക്കിയ സഹോദരിയെ കാണാൻ വേണ്ടി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്നപ്പോ കൂട്ടത്തിൽ ഈ പെണ്ണിന്റെ ഭർത്താവും അവിടെ വന്നു. നേരത്തെ തലക്ക് മീതെ പക്ഷി വന്നു കൊത്തിയ പെണ്ണില്ലേ, ആ പെണ്ണിന്റെ ഭർത്താവ് വന്നപ്പോ ഈ ഉമ്മ പറഞ്ഞു കൊടുത്തു, നിങ്ങളെ ഭാര്യയെ ഞാൻ അവിടെ കണ്ടു. ആ ഭാര്യ വല്ലാത്ത സങ്കടത്തിലാണ്, ശിക്ഷയിലാണ്. മരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഭാര്യയോട് തൃപ്തിയിലല്ലല്ലോ, ദേഷ്യത്തിലല്ലേ. അതുകൊണ്ട് പൊരുത്തപ്പെട്ട് കൊടുത്ത് ആ ഭാര്യക്ക് ഖൈറിന് വേണ്ടി ദുആ ചെയ്യണം. ആ ഭാര്യ
ആരൊക്കെ അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിക്കണം? അന്നത്തെ രാത്രി ഈ ഖബറിന്റെ ഉള്ളിൽ 7 ദിവസം താമസിച്ചു വന്ന സഹോദരി രാത്രി ഉറങ്ങുമ്പോൾ ആ തലയുടെ മുകളിൽ പക്ഷി വന്നു കൊത്തിയ പെണ്ണ് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഖദ് നജൗതു മിനൽ ഉഖൂബത്തി ബിസബബികി, നിങ്ങളെ കാരണം കൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി. ഫജസാകില്ലാഹു ഖൈറൻ വഅഫാൻകി, അള്ളാഹു നിങ്ങൾക്ക് ധാരാളം ഖൈർ തരട്ടെ. അനുസരണത്തിന് കിട്ടിയ സന്തോഷമാണ്. അള്ളാഹുവിനോടുള്ള നേർച്ച അത് പൂർത്തിയാക്കി അനുസരിച്ചപ്പോ അവിടെ പോയി കണ്ട സന്തോഷത്തില് ഭർത്താവിന് അനുസരണം ചെയ്ത പെണ്ണും അനുസരിക്കാത്ത പെണ്ണും 2 രൂപത്തിലാണ്. ഇതുപോലെ തന്നെ ആ സഹോദരങ്ങളെ, ദുനിയാവിൽ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടവരും വഴിപ്പെടാത്തവരും ഖബറിലെത്തുമ്പോ 2 കോലത്തിലാ. മാതാപിതാക്കളെ അനുസരിച്ചവരും അനുസരിക്കാത്തവരും 2 രൂപത്തിലാ. ഉസ്താദുമാരുടെ പൊരുത്തം വാങ്ങിയവരും പൊരുത്തക്കേട് വാങ്ങിയവരും 2 രൂപത്തിലാ. മഹാന്മാരുടെ പൊരുത്തം സ്വീകരിച്ചവരും പൊരുത്തക്കേട് വാങ്ങിയവരും 2 രൂപത്തിലാണ്. നല്ലോണം അനുസരിക്കുന്നവർക്ക് ദുനിയാവ് വിട്ടുപോയാലും സന്തോഷത്തിന്റെ വീടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ആഖിബത്ത് നന്നാക്കി ദുനിയാവിൽ നിന്ന് പിരിയാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ദുആ ഇജാബത്ത്